വയനാട്ടിൽ ചെന്നാൽ സുരേന്ദ്രൻ മന്ത്രിയായിട്ട് ഗണപതി വട്ടം ഉണ്ടാക്കാൻ നിൽക്കുന്നത്. തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ അമിത്ഷായെ മാറ്റിയിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ ഒരാൾ തൃശ്ശൂർ നിൽക്കുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും, ഞാൻ വെറുതെ പറയുന്നതല്ല. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ രാഹുൽ ഗാന്ധി സ്റ്റാമിന ടെസ്റ്റ് നടത്തി, ഒരു നടത്തിയുണ്ടായിരുന്നു. ഇത് ഒളിമ്പിക്സ് എങ്ങാണമായിരുന്നെങ്കിൽ ഒരു സ്വർണം കൊണ്ടുവന്നതിന് ആ ചെറുപ്പക്കാരൻ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇദ്ദേഹം ഭാരത് ജോഡോ യാത്ര ജോഡിപ്പിക്കാനല്ല കൊണ്ടുപോയത്, BJPയിൽ ആളെ ചേർക്കാനായിരുന്നു യാത്ര എന്ന് പിന്നെയാണ് മനസ്സിലായത്. പക്ഷേ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു. പക്ഷെ പോയ വഴിക്ക് മുൻ മുഖ്യമന്ത്രിമാർ മരിച്ചുപോയവരുടെയും മരിച്ചതൊപ്പം ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാവരുടെയും മക്കള് കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. കെ കരുണാകരന്റെ മകൾ പാർട്ടി വിട്ട് BJPയിൽ പോയപ്പോൾ പറഞ്ഞു, സ്ത്രീകൾക്ക് അത്ര പറ്റിയ സ്ഥലമല്ല കോൺഗ്രസ്. എഴുതിയിരിക്കുന്ന വൃത്തികേട് മൈക്കിലൂടെ പറയാൻ കൊള്ളത്തില്ല, അത് വായിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ തൊലി ഒളിയുന്ന വൃത്തികേടുകളാണ് എഴുതുന്നത്. ഈ തൃശ്ശൂർ മത്സരിക്കുന്ന ഒരാള് പോണ്ടിച്ചേരി കൊണ്ട് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് നികുതി വെട്ടിക്കുക, ഏതാ കേരളത്തിൽ ഓടിക്കുക, കേരളത്തിൽ ജീവിക്കുക, ടാക്സ് കാറിന്റെ വലിയ ആളാണ്. നമ്മളൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ആളാണ്, സമ്മതിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി, അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് എന്താണ്? വെറുതെ ഇങ്ങനെ ഈ നാട്ടിൽ നടന്ന് ഇലക്ഷൻ അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്കും ചെമ്പായി പിച്ചളയായി ഈത്തപ്പഴത്തിന്റെ കുരുവിൽ സ്വർണമായി. ആ സമാഹരിച്ച പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? പുള്ളി വന്നപ്പം പത്രക്കാർ ചോദിച്ചു, എന്താ വന്നതെന്ന് ചോദിച്ചു. ഇവിടെ എന്താന്ന് ചോദിച്ചു. എവിടെ നിൽക്കും ചില ആൾക്കാർ, എവിടെ നിൽക്കും? ഇവിടെ വന്നിട്ട് മന്ത്രി, ഒരു നാണം, നമുക്കൊരു തൊലിക്കട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കാണ്ടാമൃഗത്തിന് ഇതിനേക്കാളും മൃദുവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര ചീപ്പായിട്ടാണ് പറയുന്നത്. വിവരവും വിദ്യാഭ്യാസം വേണം എന്നുള്ളതാണ്. ആരും ഇന്ത്യക്കാരനല്ല, ആരും അപ്പൂപ്പൻ പാകിസ്ഥാൻകാരനാണ്. ഇവർക്ക് ശരിയായ പൗരത്വമില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ആരിഫ് തെളിയിക്കണം. ആരിഫിന്റെ അപ്പൂപ്പൻ വരെയൊക്കെ പറയാൻ പറ്റും. അപ്പൂപ്പൻ ആരാണെന്ന് ആരിഫ് തെളിയിച്ചില്ലെങ്കിൽ ആരിഫിനെ പിടിച്ച് ഇവിടുത്തെ പൗരനല്ലെന്ന് പിടിച്ചു കിട്ടി പാകിസ്ഥാന്റെ അതിർത്തി കൊണ്ടുവന്ന് അങ്ങോട്ട് വിടാം. അങ്ങോട്ട് കയറ്റിയാലും അവിടുത്തെ ജയിലിൽ, ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഇവിടുത്തെ ജയിലിൽ. സ്വന്തം പതാക ഏന്താൻ മുസ്ലിം ലീഗുകാരന് അവകാശമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് BJPക്കാരൻ പേടിച്ചാണ്. BJPക്കാരൻ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തുമെന്ന് പേടിച്ച് കോൺഗ്രസ്സുകാരുടെ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിം ലീഗുകാരൻ അവന്റെ പതാക താഴെ വെച്ചു. എന്താണ് UDF? സാധാരണ നമ്മളെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ വരുമ്പോൾ പാർട്ടിയിൽ നമ്മൾ കൊടിയൊക്കെ എടുത്ത് ഈ ഗുലാബ് സിന്ദാബാദ് ഒക്കെ വിളിച്ചൊന്ന് നടന്ന് എല്ലാവരെയും മെമ്പർഷിപ്പുകളൊക്കെ ചേർത്ത് പുതുക്കി അങ്ങനെയൊക്കെ വാങ്ങുന്നൊരു പതിവുണ്ട് പാർട്ടികളിലൊക്കെ. ജനാധിപത്യ പാർട്ടികളിൽ ചില കോൺഗ്രസ് പോലുള്ള പാർട്ടികളിൽ മുട്ടയെ വെച്ച് എഴുതി അങ്ങ് കൊടുക്കുക, വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്തു വയ്ക്കുക, മുട്ടയിൽ വെച്ച് കുശാന്ന് എഴുതിയിട്ട് 50 പൈസ 25 പൈസ കണ്ട മെമ്പർഷിപ്പ് അത് കൊടുത്തേച്ച് അങ്ങ് ചേർക്കുക. ആരാ മെമ്പർ എന്ന് പറയാൻ വയ്യ. ഏതാ മരിച്ചുപോയ ആള് വരെ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടാൽ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ വന്നു, എത്ര നല്ല സത്യസന്ധന്മാരായ ചെറുപ്പക്കാരാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷനിൽ എത്ര സത്യസന്ധതയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു ജനാധിപത്യ പാർട്ടി എന്ത് ചെയ്തു? വളരെ ട്രാൻസ്പെറന്റ് ആണ്. കാരണം ഏറ്റവും സുതാര്യതയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണമുള്ള ബഹുമാന്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കുകയാണ്, ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ലിസ്റ്റ്. അതിന് ഉദാഹരണത്തിന് പത്തനാപുരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ഷേഖ് ഫരീദ് 67 വയസ്സ്, അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് കാർഡ് കൈ കിട്ടി. അതെടുത്തേച്ച് അതിലൊരു ഒരു ചെറുമാൻ നടന്റെ ഫോട്ടോ വെച്ചു. ആരാണ്ട് പറയുന്നിട്ട് തമിഴിലെ അജിത്ത് എന്ന നടന്റെ ഫോട്ടോ വരെ യൂത്ത് കോൺഗ്രസ്സുകാർ പതിപ്പിച്ചെന്നാണ് പറഞ്ഞത്. വിജയ്, അജിത്ത് ഇവരുടെ എല്ലാം ഫോട്ടോ പതിപ്പിച്ചിട്ട് 67 വയസ്സുള്ള ഷേഖ് ഫരീദിനെ 24 വയസ്സുകാരനാക്കി ആ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ. എത്ര സത്യസന്ധന്മാരുടെ കാലമാണെന്ന് ആലോചിക്കും. സ്വന്തം പാർട്ടിയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം, ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനമൊന്നും അല്ല കേട്ടോ, യൂത്ത് കോൺഗ്രസിനെ പറഞ്ഞാൽ കേൾക്കാത്ത യൂത്ത് കോൺഗ്രസ്സുകാരുടെ ജീവിതത്തിൽ മനുഷ്യന് ഉപകാരമില്ലാത്ത യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രസിഡന്റ് ആകാൻ എന്തുകൊണ്ടാണ് ഉപകാരമില്ലാത്തതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവതിരിക്കാൻ വരുന്നുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാനല്ല വന്നത്, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഭയന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മാത്രമല്ല, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ പോയി UDFന്റെ നേതാക്കന്മാരും MP മാരുമായി ഡൽഹിയിലേക്ക് അയച്ച പലരും 5 കൊല്ലവും ഭയന്നാണ് പാർലമെന്റിൽ ഇരുന്നത്. അവരും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എതിർത്ത് നിൽക്കാതെ ഓടി പുറത്തിറങ്ങി മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ മൂട്ടിൽ ചെന്ന് അഭയം തേടും. അവിടെ വെച്ച് രാഹുൽ ഗാന്ധി വരികയും ഒരു സെൽഫി എടുക്കുകയും കേരളത്തിൽ നിന്നുള്ള ചാനലുകളോട് അഭിപ്രായം പറഞ്ഞ ശേഷം വീട് പറ്റുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ലാതെ പാർലമെന്റ് ഉള്ളിൽ നിന്ന് ഭരണകർത്താക്കൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കാനോ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനോ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 5 വർഷവും കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പാർലമെന്റിലെത്തിയ UDFന്റെ 18 MP മാർക്കും കഴിഞ്ഞില്ല എന്നത് വളരെ ദയനീയമായ സ്ഥിതിയാണ്.
ബഹുമാന്യായ യോഗാധ്യക്ഷൻ, ഈ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന ആദരണീയരായ ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കളെ, ബഹുമാനും സ്നേഹനിധിയുമായ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ ചിത്തരഞ്ജൻ MLA, യോഗത്തിലെത്തിയിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അമ്മമാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിൽ, ആ പൊതു തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളി. ഈ ദിവസങ്ങളിൽ പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും എല്ലാം പ്രഭാഷണങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേരളവും ഇന്ത്യയും നേരിടുന്ന പ്രതിസന്ധി എന്താണ് എന്ന് നിങ്ങളേവർക്കും ബോധ്യമുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാനല്ല വന്നത്. ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും അധികം ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും ലോകത്തെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ, ഏറ്റവും അധികം ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ജനാധിപത്യ സംവിധാനമുള്ള ഇന്ത്യ, ഈ ഇന്ത്യയുടെ ഭരണഘടന മൂല്യങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സൃഷ്ടിച്ചത് മഹാനായ BA അംബേദ്കറിൻ്റെ നേതൃത്വത്തിലാണ്. മഹാനായ അംബേദ്കറുടെ ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും വെച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് നൽകിയ ഈ ഭരണഘടന മഹാനായ BR അംബേദ്കറുടെ അതുപോലെയുള്ള തത്തുല്യരായ നേതാക്കന്മാരുടെയും അനേക ദിവസത്തെ കൂടിയാലോചനയുടെ ഒടുവിൽ മഹാത്മാഗാന്ധി അടക്കമുള്ള മഹാത്മാക്കൾ അതിന് ആശീർവാദം നൽകിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് മതേതരത്വമാണ്. മതേതരത്വം എന്ന ആശയം ആദ്യം തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ കാഴ്ചപ്പാടിലൂടെയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥകൾക്കെതിരെ, ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾക്കെതിരെ, ജാതിയുടെ പേരിലുള്ള മാറ്റി നിർത്തലുകൾക്കെതിരെ മനുഷ്യൻ നന്നാവാൻ ഉപദേശിച്ച മഹാഗുരുവിൻ്റെ സന്ദേശമാണ് മതേതരത്വമായി ഇന്ത്യയിലെ ഭരണഘടന ഏറ്റെടുത്തത്. നമുക്കറിയാം, മതേതരത്വം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യമാണ്. നമ്മളെ എല്ലാ കാര്യങ്ങളിലും നമ്മളെന്താ, ഒരു മതത്തിൽ വിശ്വസിക്കാൻ, ഏതൊരു മതത്തിലും വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആചാരമനുസരിച്ച് ജീവിക്കാനും ആ മതത്തിൻ്റെ പ്രാർത്ഥനാ രീതികളനുസരിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട്. മറിച്ച് ഒരു മതത്തിലും വിശ്വസിക്കാതെ, ദൈവത്തിൽ പോലും വിശ്വസിക്കാതെ സ്വന്തം ആത്മാവിനെ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും ഇന്ത്യയിലെ പൗരന്മാർക്ക് അവകാശമുണ്ട്. ഇത് രണ്ടും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന 200 വർഷത്തോളം ബ്രിട്ടീഷുകാരൻ്റെ അടിമകളായി ഇരുന്ന് ഭയന്ന് ജീവിച്ച ഒരു സമൂഹത്തിന് മോചനം നൽകിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ അന്ന് മുതൽ ഇങ്ങോട്ട് നിങ്ങളും ഞാനും ഭയമില്ലാതെയാണ് ജീവിച്ചിട്ടുള്ളത്. നമ്മൾ ആരെ ഭയപ്പെടുന്നു? നമ്മൾ സ്വതന്ത്രരായി ജീവിക്കുന്നു, നമ്മൾ അധ്വാനിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നു, സത്യസന്ധരായി നമ്മൾ ജീവിക്കുന്നു, പരസ്പരം സ്നേഹിച്ച് നമ്മൾ ജീവിക്കുന്നു. ഈ ജാതി വ്യവസ്ഥകളെല്ലാം ഉള്ള കാലത്തും അനീതി, ഈ അനാചാരങ്ങൾക്കെതിരെ കേരളത്തിലാണ് ആദ്യം ഒരു ശബ്ദം ഉയർന്നത്. വിപ്ലവകരമായ ശബ്ദം ശ്രീനാരായണ ഗുരുദേവനിൽ നിന്നുണ്ടായി. ആ ശബ്ദം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വളരെ മുമ്പേ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പ് നമ്മൾ മതേതരത്വത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടവരാണ് മലയാളികൾ. അതുകൊണ്ടാണ് ഈ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ വേരോടാൻ കഴിയാത്തത്. എന്തെന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച മതേതര ആശയം, മതം ഏതായാലും മനുഷ്യൻ നന്നാകാൻ ഉപദേശിക്കുന്ന, മനുഷ്യനെ നല്ല മനസ്സോടെ ജീവിക്കുന്നതിനും സ്നേഹമുള്ളവരാക്കി തീർക്കാനുള്ള ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങൾ കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളും ഏറ്റെടുത്തിട്ട് തലമുറകൾ പലത് കഴിഞ്ഞു. ആ ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത്. കേരളത്തിൽ അതുകൊണ്ടാണ് വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ വേരോടാൻ കഴിയാത്തതും. ഈ മതേതര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുമാണ് കേരളത്തിലെ ജനങ്ങളെ നന്മയുള്ളവരാക്കി മാറ്റിയത്. മറ്റേത് സംസ്ഥാനത്തെക്കാൾ സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ അഭിമാനം കൊള്ളുന്നത്. എന്തെന്നാൽ
ഈ മതേതര വിശ്വാസം, ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അതിനെ പിന്തുടർന്നു വന്ന ഇടതുപക്ഷ ആശയങ്ങൾ, ഇവയെല്ലാം കൂടി മനുഷ്യന്റെ മനസ്സിലും കേരളത്തിൻ്റെ സമൂഹത്തിലും ഉണ്ടാക്കിയ സമൂലമായ മാറ്റവും പുരോഗതിയുമാണ്, സാമൂഹിക പുരോഗതിയുമാണ് നമ്മളെ മതേതരത്തിൽ വിശ്വസിക്കുന്നവരായി ജീവിക്കാൻ പഠിപ്പിച്ചതും. അതുകൊണ്ട് മാത്രമാണ് കേരളത്തിൻ്റെ മണ്ണിൽ വർഗീയ ശക്തികൾക്ക് വേരോടാൻ കഴിയാത്തത്. പക്ഷേ ഇന്ത്യയുടെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായ കാഴ്ചയാണ്. ഈ അടുത്ത കാലത്തും ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി 10-20 ദിവസം വടക്കേ ഇന്ത്യയിൽ, ഗുജറാത്തിലും രാജസ്ഥാനിലൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ, വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ, ദളിതർ ഭയന്ന് കഴിഞ്ഞുകൂടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്വതന്ത്ര ഭാരതത്തിൽ ഭയമില്ലാതെ ജീവിക്കാനാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു അധികാരവും അവകാശവും നമ്മുടെ സംരക്ഷണവും, നമുക്ക് നൽകുന്ന സംരക്ഷണവും ഭയമില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭയം നമുക്ക് കാണാൻ കഴിയും വടക്കേ ഇന്ത്യയിൽ. പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ ഭയന്ന് ജീവിക്കണം. ഒരു വലിയ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ആക്രമണങ്ങളിൽ, അവരുടെ അതിക്രമങ്ങളിൽ ഭയന്ന്, അധികാരത്തിൻ്റെ ശക്തിയുടെ മുന്നിൽ ഭയന്ന് കഴിയുന്ന ഭാരതീയൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്ന മറ്റെല്ലാ പൗരന്മാർക്കും നാണക്കേടാണ്. ഇന്ന് ഇന്ത്യയിൽ ഒരാൾ ഭയന്ന് ജീവിക്കുന്ന, ഒരു പുരുഷനാകട്ടെ, സ്ത്രീയാകട്ടെ, ഒരു കുട്ടിയാകട്ടെ, ഒരു യുവാവാകട്ടെ, യുവതിയാവട്ടെ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ, ഗുണ്ടകളെ ആകട്ടെ, രാഷ്ട്രീയ പാർട്ടികളെ ആകട്ടെ, മതസംഘടനകളെ ആകട്ടെ, ഭയന്ന് ജീവിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഭാരതീയനും നാണക്കേടാണ്. കാരണം നമ്മൾ ഭയന്ന് ജീവിക്കാനല്ല ഈ സ്വാതന്ത്ര്യം വാങ്ങിയെടുത്തത്. അനേക വർഷം ത്യാഗോജ്വലമായ ജീവിതം നയിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്മാർ നമ്മളെ ഭയന്ന് ജീവിക്കാൻ വേണ്ടിയല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചത്, ആ ഭയമില്ലാതെ ജീവിക്കാനാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഈ അടുത്ത കാലത്തായി നടന്നു വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളിൽ ഭയന്നാണ് ഇരിക്കുന്നത്. ഭയന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാർ മാത്രമല്ല, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ പോയി UDFന്റെ നേതാക്കന്മാരും MP-മാരുമായി ഡൽഹിയിലേക്ക് അയച്ച പലരും 5 കൊല്ലവും ഭയന്നാണ് പാർലമെന്റിൽ ഇരുന്നത്. അവരും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എതിർത്ത് നിൽക്കാതെ ഓടി പുറത്തിറങ്ങി മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ മൂട്ടിൽ ചെന്ന് അഭയം തേടും. അവിടെ വെച്ച് രാഹുൽ ഗാന്ധി വരികയും ഒരു സെൽഫി എടുക്കുകയും കേരളത്തിൽ നിന്നുള്ള ചാനലുകളോട് അഭിപ്രായം പറഞ്ഞ ശേഷം വീട് പറ്റുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അല്ലാതെ പാർലമെന്റ് ഉള്ളിൽ നിന്ന് ഭരണകർത്താക്കൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കാനോ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനോ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 5 വർഷവും കേരളത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് പാർലമെന്റിലെത്തിയ UDFന്റെ 18 MP-മാർക്കും കഴിഞ്ഞില്ല എന്നത് വളരെ ദയനീയമായ സ്ഥിതിയാണ്. പൗരത്വ നിയമം എന്നൊരു നിയമം, ഒരു കരി നിയമം കേരളത്തിലെ, ഇന്ത്യയിലെ ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിനെ എതിർക്കാൻ മുസ്ലിം ലീഗിന്റെ 2 MP-മാർക്ക് പോലും കഴിഞ്ഞില്ല. അവരോടൊപ്പം മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങി ജയിച്ച് പാർലമെന്റിലെത്തിയ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾ ആരും പറഞ്ഞുണ്ടാക്കുന്നതല്ല, നമ്മൾ കണ്ടതാണ്. നിങ്ങൾ കണ്ട കാര്യമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ, അല്ലാതെ എൻ്റെതായിട്ടുള്ള ആശയം ഞാൻ പറയുന്നില്ല. നിങ്ങൾ കണ്ട കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ, പത്രമാധ്യമങ്ങളിലും കണ്ടും വായിച്ചും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമേ ഞാൻ ഈ അവസരത്തിൽ ചെയ്യുന്നുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് ഇതിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പ്രതികരിച്ച ദിവസം അവസാനം അല്പം കൂടിപ്പോയി എന്ന് തോന്നിയപ്പോൾ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടും എന്ന് പറഞ്ഞ് കേരളത്തിൽ അവതരിപ്പിച്ച രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പാർലമെന്റിൽ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പം പറഞ്ഞു അത് സ്നേഹമാണെന്ന് പറഞ്ഞു. എനിക്കത് കണ്ടപ്പോൾ ഈ കിരീടം സിനിമയിലെ കൊച്ചിൻ ഹനീഫയാണ് ഓർമ്മ വന്നത്. കൊച്ചിൻ ഹനീഫ ഗുണ്ടകളോട് കടന്ന് കിരീടം അങ്ങ് വീണ് കഴിഞ്ഞപ്പോൾ സേതുവിനെ ഗുണ്ടയാക്കിക്കൊണ്ട് സേതുവിൻ്റെ സ്നേഹിതനായി മാറിക്കൊണ്ട് പിന്നെ നടന്ന് പിരിച്ചതുപോലെയായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രം. ഇത് ഓർമ്മ കാണും, കാരണം കീരിക്കാടൻ്റെ ആളായിരുന്നു. കീരിക്കാടൻ വീണേ എന്ന് ആദ്യം വിളിച്ചത് ഹൈദ്രോസായി മാറി. ഹൈദ്രോസ് വിളിച്ചു കഴിഞ്ഞ് പിന്നെ സേതുവേട്ടൻ എന്ന് പറഞ്ഞ് സേതുവിൻ്റെ കൂടെ കൂടി. സേതുവേട്ടൻ വരുന്നുണ്ട്, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പണപ്പിരിവ് നടത്തിയതുപോലെ കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ച് സറണ്ടർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇതാണ് സ്നേഹം എന്ന് പറഞ്ഞു. അതല്ല സ്നേഹം. ഈ രാജ്യത്ത് കാണുന്ന തെറ്റുകളെ സ്നേഹിക്കാനല്ലല്ലോ പാർലമെന്റ് വിട്ടത്, ഈ കാണുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനല്ലേ. സ്നേഹപ്രകടനമൊക്കെ വെളിയിൽ വല്ല പാർട്ടി വല്ലതും നടക്കുമ്പോൾ അവിടെ വെച്ച് കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാന്നുള്ളൂ. വെളിയിൽ ഒരുപാട് സൽക്കാരങ്ങളൊക്കെ നടക്കും, അപ്പം ചെയ്യാം. പക്ഷെ പാർലമെന്റിൽ പോയത് ശക്തമായി തെറ്റുകളെ എതിർക്കാനാണ്. ജനാധിപത്യത്തിന് ഭീഷണിയാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാർലമെന്റിലേക്ക് അവരെ തിരഞ്ഞെടുത്ത് വിട്ടത്. അദ്ദേഹം വയനാട്ടിലും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എന്താ പറഞ്ഞത്, കേരളത്തിൽ ഞങ്ങൾക്ക് പരാതിയില്ല, 18 സീറ്റിലും UDFനെ പരാജയപ്പെടുത്തി. ശരിയാണ്, പരാജയം നമ്മൾ സമ്മതിച്ചു, പരാജയപ്പെടുത്തി. പകരം UDFനെ പറഞ്ഞു വിട്ടു. എന്തിനു വേണ്ടി? ഇന്ത്യയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടാകും
എന്ന് അന്ന് പ്രചരിപ്പിച്ചു. വലതുപക്ഷ മാധ്യമങ്ങളും കേരളത്തിൽ കോൺഗ്രസും എടുത്ത പ്രചരണ തന്ത്രം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നൊരു പ്രധാനമന്ത്രി കോൺഗ്രസ് ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കുകയുള്ളൂ രാഷ്ട്രപതി, അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മതേതരത്തിന് വേണ്ടി ജനാധിപത്യത്തിന് ബലമാകട്ടെ എന്ന് കരുതി കോൺഗ്രസിന് വോട്ട് ചെയ്തു. ദൗർഭാഗ്യവശാൽ മലയാളി കേരളീയർ, ശരിയല്ലേ? ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല, ചെയ്തു. എന്നിട്ട് ഭരണം കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? ഭരണപക്ഷത്തല്ല, എന്നാൽ ഞാൻ പ്രതിപക്ഷ നേതാവായി ഇതിനെ നേരിടും, അല്ലേ? പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായി ഇതിനെ നേരിടുമെന്നാണ്, അതല്ലേ ചെയ്യേണ്ടത്. ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ശരി, മത്സരിച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും. ഓപ്പോസിഷൻ എതിർപക്ഷം എന്താ? പഞ്ചായത്തിൽ പ്രതിപക്ഷമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും പ്രതിപക്ഷമായി തന്നെ പെരുമാറും. കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും എതിർക്കാനും ഒരാളെ ഉള്ളെങ്കിലും നിന്ന് ഫൈറ്റ്. ഇത് ഒരു അനക്കവുമില്ല, ആൾ സ്ഥലത്തില്ല, ആൾ ഇന്ത്യയിലേ ഇല്ല. പ്രധാനമന്ത്രി അല്ലെങ്കിൽ എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇതാക്കാം എന്ന് പറഞ്ഞ് പുള്ളി അന്വേഷിച്ച് പുള്ളി 7ാം കടലിനക്കരെ നിൽക്കുകയാണ്. എവിടെയാണെന്ന് പെറ്റമ്മയ്ക്ക് പോലും അറിയാൻ വയ്യ മകൻ എവിടെയാണെന്നുള്ള കാര്യം. കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഭാര്യയോടും ചോദിക്കാനൊക്കത്തില്ല, ആ മുങ്ങി. അത് കഴിഞ്ഞ് പറഞ്ഞു കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് വേണം, ശ്രീമതി സോണിയാഗാന്ധി ഒഴിഞ്ഞു, പകരം ഒരു പ്രസിഡന്റിനെ വേണമെന്ന് പറഞ്ഞു. ആരാണ്? കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞു. ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി അടക്കം രാഹുൽ ഗാന്ധിയുടെ ഭക്തരാണ്. അപ്പം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം, പ്രസിഡന്റായിട്ട് രാഹുൽ ഗാന്ധി. ഒരൊറ്റ ഓട്ടം ഓടിയിട്ട് 16 കടലിനപ്പുറത്തായി പോയി പുള്ളി. പിന്നെ അന്വേഷിച്ചപ്പോൾ കാണാനേ ഇല്ല, ഒറ്റ മുങ്ങി. ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? സേനാധിപൻ ആദ്യം തിരിഞ്ഞോടുന്ന യുദ്ധഭൂമിയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ആരാണ് സേനാധിപൻ? രാഹുൽ ഗാന്ധി ആണല്ലോ ഇതിൻ്റെ ഒരു നേതാവായിട്ട് നമ്മളും നമ്മളെ മാധ്യമങ്ങളും നാട്ടുകാരും എല്ലാവരും കണ്ടിട്ടുള്ളത്. ശ്രീമതി സോണിയാഗാന്ധി, അത് കഴിഞ്ഞ് ശ്രീ രാഹുൽ ഗാന്ധി, അതിനു മുമ്പ് രാജീവ് ഗാന്ധി, പിന്നെ പ്രിയങ്ക ഗാന്ധി, ഇവരൊക്കെയാണ് കോൺഗ്രസിനെ നയിക്കുന്നതാണ് നമ്മളെല്ലാവരും ധരിച്ചിട്ടുള്ളത്. നാട്ടുകാരും പത്രക്കാരും ഒക്കെ ധരിച്ചേക്കുന്ന അങ്ങനെ. അതിന് രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ പ്രസിഡന്റ് ആകാൻ വിളിച്ചപ്പോഴും ഇദ്ദേഹം ഞാനില്ലേ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് ഓടിക്കണം. യുദ്ധഭൂമിയിൽ നിന്നും തൻ്റെ അണികളെയും തൻ്റെ കൂടെ വന്ന ഭടന്മാരെയും ഉപേക്ഷിച്ച് ഓടിക്കളയുന്ന ഒരു സേനാധിപൻ ഇനിയും കേരളത്തിൽ നിന്ന് ജയിച്ചു പോയി ഇന്ത്യയിലെ ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചെറുക്കും എന്ന് വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരും മണ്ടികളുമല്ല നമ്മുടെ നാട്ടുകാരെന്ന് മനസ്സിലാക്കണം. ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഒടുവിൽ തിരിച്ചു വന്നു. ഇനി ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ല എന്ന് പറഞ്ഞ് പോയതാണ്. കാരണം അദ്ദേഹത്തെ കേരളത്തെ മറന്നു. കാരണം രാജസ്ഥാനിൽ നിന്നുള്ള MP ആണ് അദ്ദേഹം, രാജസ്ഥാനിലെ പാർലമെന്റ് അംഗമാണ്. ഇവിടെ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസിന്റെ സ്ഥിരം ശൈലി തന്നെ, ഒരു സീറ്റ് കൂടി രാജ്യസഭയിൽ ഇവിടുന്ന് ജയിച്ചാൽ അദ്ദേഹം ഉടനെ അത് രാജിവെക്കണം. രാജിവെച്ചാൽ BJP ഒരു രാജ്യസഭാ സീറ്റ് കൂടി കിട്ടും. തെറ്റു പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ കുറേ നാളായിട്ട് കോൺഗ്രസ്സുകാർ തന്നെയാണ് BJP വളർത്തുന്നത്. കന്യാകുമാരിയിൽ നിന്ന് അങ്ങ് കാശ്മീർ വരെ രാഹുൽ ഗാന്ധി സ്റ്റാമിന ടെസ്റ്റ് നടത്തി. ഒരു നടത്തുണ്ടായിരുന്നു. സ്റ്റാമിന നമ്മൾ നല്ല നടക്കാൻ പറ്റുമോ? ഇത് ഒളിമ്പിക്സ് എങ്ങാണമായിരുന്നെങ്കിൽ ഒരു സ്വർണം കൊണ്ടുവന്നതിനാ ചെറുപ്പക്കാരൻ. പക്ഷേ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നു. പക്ഷെ പോയ വഴിക്ക് ഉള്ള എല്ലാ മുൻ മുഖ്യമന്ത്രിമാർ മരിച്ചുപോയവരുടെയും മരിച്ചതിനൊപ്പം ജീവിച്ചിരിക്കുന്നവരുടെ എല്ലാവരുടെയും മക്കള് കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. അവസാനം ശ്രീമതി പത്മജ വേണുഗോപാലും BJPയിൽ ചേർന്നു. അത് കഴിഞ്ഞ് ബഹുമാനായ ശ്രീ AK ആന്റണിയുടെ മകൻ അതിന് മുമ്പേ ചേർന്നു, മുമ്പേ പോയി. ഒന്നാലോചിക്കണം, കോൺഗ്രസിനെ ജീവിച്ചിരിക്കുന്ന എല്ലാ പ്രധാന നേതാക്കളും ജീവിച്ചിരിക്കുന്ന എല്ലാ മുൻ മുഖ്യമന്ത്രിമാരും ഇന്ത്യയിൽ BJPയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അവരെ കുടുംബങ്ങൾ BJPയിൽ ചേർന്നിരിക്കുന്നു. മക്കളും കൊച്ചുമക്കളും എല്ലാം കൂട്ടത്തോടെ ജീവിച്ച് തലമുറകൾ കഴിഞ്ഞവർ പോലും BJPയെ കൊണ്ടുപോയി. കാരണം ഈ ജാഥ അങ്ങനെയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇദ്ദേഹം ഭാരത് ജോഡോ യാത്ര ജോഡിപ്പിക്കാനല്ല കൊണ്ടുപോയത്, BJPയിൽ ആളെ ചേർക്കാനായിരുന്നു യാത്ര എന്ന് പിന്നെയാണ് മനസ്സിലായത്. കാരണം സാധാരണ നമ്മളെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനൊക്കെ വരുമ്പോൾ പാർട്ടിയിൽ നമ്മൾ കൊടിയൊക്കെ എടുത്ത് ഈ ഗുലാബ് സിന്ദാബാദ് എന്നൊക്കെ വിളിച്ചൊന്ന് നടന്ന് എല്ലാവരെയും മെമ്പർഷിപ്പുകളൊക്കെ ചേർത്ത് പുതുക്കി അങ്ങനെയൊക്കെ വാങ്ങുന്നൊരു പതിവുണ്ട് പാർട്ടികളിലൊക്കെ. ജനാധിപത്യ പാർട്ടികളിൽ ചില കോൺഗ്രസ് പോലുള്ള പാർട്ടികളിൽ മുട്ടയെ വെച്ച് എഴുതി അങ്ങ് കൊടുക്കുക, വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് വയ്ക്കുക, മുട്ടയിൽ വെച്ച് കുശാന്ന് എഴുതിയിട്ട് 50 വയസ്സ് 25 വയസ്സ് കണ്ട മെമ്പർഷിപ്പ് അത് കൊടുത്തേച്ച് അങ്ങ് ചേർക്കുക. ആരാ മെമ്പർ എന്നും അറിയാൻ വയ്യ. ഏതാ മരിച്ചുപോയ ആള് വരെ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടാൽ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ വന്നു. എത്ര നല്ല സത്യസന്ധന്മാരായ ചെറുപ്പക്കാരാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷനിൽ. എത്ര സത്യസന്ധതയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു ജനാധിപത്യ പാർട്ടി എന്ത് ചെയ്തു? വളരെ ട്രാൻസ്പെറന്റ് ആണ്. കാരണം ഏറ്റവും സുതാര്യതയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണമുള്ള ബഹുമാന്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടേഴ്സ് ലിസ്റ്റ് എടുക്കുകയാണ്. ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ലിസ്റ്റ്. അതിന് ഉദാഹരണത്തിന് പത്തനാപുരത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന
ഷേഖ് ഫരീദ് 67 വയസ്സ്. അദ്ദേഹത്തിന്റെ വോട്ടേഴ്സ് കാർഡ് കൈ കിട്ടി. അതെടുത്തേച്ച് അതിലൊരു ഒരു ചെറുമാനന്റെ ഫോട്ടോ വെച്ചു. ആരാണ്ട് പറയുന്നിട്ട് തമിഴിലെ അജിത്ത് എന്ന നടന്റെ ഫോട്ടോ വരെ യൂത്ത് കോൺഗ്രസ്സുകാർ പതിപ്പിച്ചെന്നാണ് പറഞ്ഞത്. വിജയ്, അജിത്ത് ഇവരുടെ എല്ലാം ഫോട്ടോ പതിപ്പിച്ചിട്ട് 67 വയസ്സുള്ള ഷേഖ് ഫരീദിനെ 24 വയസ്സുകാരനാക്കി ആ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ. അത്ര സത്യസന്ധന്മാരുടെ കാലമാണെന്ന് ആലോചിക്കും. സ്വന്തം പാർട്ടിയിലെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം, ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനമൊന്നുമല്ല കേട്ടോ, യൂത്ത് കോൺഗ്രസിനെ പറഞ്ഞാൽ കേൾക്കാത്ത യൂത്ത് കോൺഗ്രസ്സുകാരുടെ, ജീവിതത്തിൽ മനുഷ്യന് ഉപകാരമില്ലാത്ത യൂത്ത് കോൺഗ്രസ്സുകാരുടെ പ്രസിഡന്റ് ആകാൻ. എന്തുകൊണ്ടാണ് ഉപകാരമില്ലാത്തതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് ആകാൻ വേണ്ടി വ്യാജരേഖ ചമയ്ക്കുന്നവർ. ഞാൻ ഇന്നലെ ബഹുമാന നമ്മുടെ MLA ശ്രീ ചിത്രഞ്ജൻ അവர்களுം ഞാനും വടകര പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു. അവിടെ കണ്ട കാഴ്ച വളരെ ദയനീയമാണ്. നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, നമ്മളെല്ലാം ഒരു സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അതിലുപരി ബഹുമാനത്തോടെയും നന്ദിയോടെയും കാണുന്ന കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറാണ് അവിടെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി. ഏതാണ്ട് 70 വയസ്സടുപ്പിച്ച് പ്രായമുണ്ട്. ഞാൻ പ്രായം സ്ത്രീകളുടെ പ്രായം ചോദിക്കാനും പാടില്ല, പറയാനും പാടില്ല. പക്ഷെ അമ്മയായ, സഹോദരിയായ, അധ്യാപികയായ, ജനപ്രതിനിധിയായ ആ വനിതകളുടെ നേതാവ്, ഒരു വനിത, ഒരു പ്രിയങ്കരിയായ, എല്ലാവർക്കും പ്രിയങ്കരിയായ ഒരു വനിത, അവരെക്കുറിച്ച് അസഭ്യം ഉണ്ടാക്കി ഫേസ്ബുക്കിലിടുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്കാരം മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാധാകൃഷ്ണൻ, ഇവരൊക്കെ ആയിരുന്നു കോൺഗ്രസിന്റെ സമാനതര നേതാക്കൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മയുടെ പ്രായം, മുത്തശ്ശിയുടെ പ്രായമുള്ള ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെ വൃത്തികെട്ട ട്രോളുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെ ഇടുക്കി എന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ, കോട്ടയത്ത് നിന്നുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ സംഘം ചേർന്നിട്ടാ, ഒരു പണിയില്ല, പുലഭ്യം എഴുതുകയാണ്. അവൻ്റെ അമ്മയെ പറ്റി പോലും അവൻ എഴുതുന്നെന്ന് തോന്നിപ്പോകും. അത്ര വൃത്തികേട്. അമ്മയുടെ പ്രായമുണ്ട്, എന്തോരം വൃത്തികേട് എഴുതുന്നറിയാൻ അടിയിൽ. ഇവരൊക്കെയാണോ ഇന്ത്യയെ രക്ഷിക്കാൻ പോകുന്നത്, കേരളത്തെ രക്ഷിക്കാൻ പോകുന്നത്, വർഗീയ കക്ഷികളെ നേരിടാൻ പോകുന്നത്? ഒരു സ്ത്രീക്ക്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീക്ക് അഭിമാനത്തോടെ, നിങ്ങൾ മറക്കരുത്, പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടു പോകുമ്പോൾ പറഞ്ഞൊരു വരി ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ശൈലജ ടീച്ചറുടെ ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല. കാരണം പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടു പോകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകൾക്ക് പറ്റിയ സ്ഥലമല്ല കോൺഗ്രസ്. സത്യമല്ലേ? ഞാൻ പറഞ്ഞല്ല, പാർട്ടി വിട്ട് അവര് കരുണാകരന്റെ മകൾ, കെ കരുണാകരന്റെ മകൾ പാർട്ടി വിട്ട് BJPയിൽ പോയപ്പോൾ പറഞ്ഞു, സ്ത്രീകൾക്ക് അത്ര പറ്റിയ സ്ഥലമല്ല കോൺഗ്രസ് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ശൈലജ ടീച്ചർക്കെതിരെയുള്ള ഈ വൃത്തികെട്ട പ്രചരണം അതിൻ്റെ കാരണമാണ്. അവിടെ ഉള്ളവരെയും പുറത്തുള്ള വനിതകളെയും, പൊതുരംഗത്ത് 50% സ്ത്രീകൾക്ക് സംവരണം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ നിയമം കേരളത്തിൽ കൊണ്ടുവന്നു. ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ 50% സംവരണം കൊണ്ടുവന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാമൂഹ്യ രംഗത്തേക്ക്, പൊതുരംഗത്തേക്ക് സ്ത്രീകളെ കൈപിടിച്ച് കടത്തിക്കൊണ്ടുവന്ന അനേകം പദവികളിൽ പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗപ്പെട്ട സ്ത്രീകൾക്ക്, വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച സ്ത്രീകൾക്ക് അധികാരത്തിന്റെ ചെങ്കോലുകൾ ഏൽപ്പിച്ചു കൊടുത്ത, പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ പ്രതിനിധികളായി ഏൽപ്പിച്ചു കൊടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും, സ്ത്രീകളോട് ഞങ്ങൾ പെരുമാറുന്ന മാന്യത അവിടെ ഇല്ല. കാരണം ശ്രീമതി പത്മജ വേണുഗോപാൽ പറയുന്നു, ഇവിടെ സ്ത്രീകൾക്ക് പറ്റിയ സ്ഥലമല്ല. കറക്റ്റാ. കാരണം ഇതുപോലുള്ള ആളുകൾ, ശൈലജ ടീച്ചറെ പോലെ ബഹുമാനിക്കപ്പെടുന്ന, സ്നേഹിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ഒരു വനിതയെക്കുറിച്ച് ഞാനടക്കമുള്ളവർ, ഞാൻ പറഞ്ഞല്ലേ, ഞാനടക്കം കോവിഡ് ബാധിച്ച് മരിക്കാൻ കിടക്കുമ്പോൾ എന്നോട് അവർ കാണിച്ച വാത്സല്യവും എനിക്ക് ചെയ്ത സഹായങ്ങളും ഒരു പൊതുപ്രവർത്തന MLA ആയ ഞാൻ മറക്കത്തില്ല. നമുക്ക് മറക്കാൻ കഴിയത്തില്ല. അവരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്ന വൃത്തികേട്. മൈക്കിലൂടെ പറയാൻ കൊള്ളത്തില്ല. അത് വായിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ തൊലി ഒളിയുന്ന വൃത്തികേടുകളാണ് എഴുതുന്നത്. ഇത് പൊതുരംഗത്ത് സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജനപ്രതിനിധികളായി വനിതകൾ മുന്നോട്ട് വന്ന് രാജ്യത്തെ ശക്തിപ്പെടുത്തണം, പുരുഷനോളം തന്നെ തത്തുല്യതയോടെ സ്ത്രീകൾ ജീവിക്കണം എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ആ സംസ്കാരമാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ഒരാലോചിച്ചാൽ ലതിക സുഭാഷ് കോൺഗ്രസിന് വേണ്ടി ജീവിച്ച ഒരു സഹോദരിയാണ്. എൻ്റെ ഓർമ്മയിൽ അവർ ശ്രീ ഉമ്മൻചാണ്ടിയെ ദൈവത്തെ പോലെ കണ്ടിരുന്ന ഒരു സഹോദരിയാണ്. അവർ KPCC ഓഫീസിന് മുന്നിൽ, ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവരുടെ തലമുടിയാണ്. ആ തലമുടി എത്രത്തോളം ഹൃദയം പൊട്ടിയിട്ടായിരിക്കും ആ സഹോദരി KPCC ഓഫീസിന് മുമ്പിൽ വെച്ച് ഒരാളെ കൊണ്ട് വടിച്ചു കളഞ്ഞ് മൊട്ടയടിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണം.
നമ്മൾ ഈ പഴനിയിലൊക്കെ പോയിട്ട് മുട്ടയടിക്കാൻ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സാധിക്കാൻ വേണ്ടി ദൈവത്തോട് വഴിപാട് നേർന്ന് പഴനിയിലും തിരുപ്പതിയിലൊക്കെ പോയി മുട്ടയടിക്കാറുണ്ട്, വേളാങ്കണ്ണി പോയി മുട്ടയടിക്കാറുണ്ട്. എന്താ അത് ത്യാഗമാണ്. തൻ്റെ ജീവിതത്തിലെല്ലാം ഒഴിഞ്ഞു വെച്ച് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ചിട്ട് അവരോട് കാണിച്ച മര്യാദകേടിന്, അവരെ അപമാനിച്ചതിന് അവരുടെ മുടി KPCC ആഫീസിൻ്റെ മുമ്പിൽ വെച്ച് വെട്ടിയ ചരിത്രം നിങ്ങൾ മറക്കരുത്. മുടി വടിച്ചു കള. ഒരു സ്ത്രീയുടെ സൗന്ദര്യം, അവരെ ദൈവം നൽകിയ ആകർഷണീയതയാണ്, അത് വടിച്ചു കളഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചത് നമ്മൾ മറക്കരുത്. പത്മജ വേണുഗോപാൽ പറഞ്ഞത് നമ്മൾ മറക്കരുത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ വടകരയിൽ നമ്മൾ കാണുന്നത്. ചർച്ച ചെയ്യുന്നുണ്ട്. ശ്രീമതി രമ, KK രമ പോലും LDFനെതിരാ, പക്ഷേ ഈ കാണിച്ചത് വൃത്തികേടാണ് എന്ന് അവർ പോലും അംഗീകരിച്ചു മാധ്യമങ്ങളിൽ. ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംസ്കാരം. ഇന്ത്യയിലെമ്പാടും ഇത് തന്നെയാണ് പരിപാടി. ഇവരെ വിശ്വസിച്ച് എങ്ങനെ ഇവരെ ഞാൻ പറഞ്ഞു, ഇവിടെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ UDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചാൽ രാജ്യസഭയിലേക്ക് ഒരു MP കൊടുക്കുന്ന ഈ കോൺഗ്രസ്സുകാർ എവിടെ ജയിച്ചാലും വല്ല ഉറപ്പുണ്ട്. ഇപ്പൊ കർണാടകത്തിൽ ജയിച്ചു, ആദ്യം ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. ആ മന്ത്രിസഭ എത്ര നാൾ മുന്നോട്ട് പോയി, ആ മന്ത്രിസഭയിലുള്ളവരെല്ലാവരും കോൺഗ്രസ്സുകാർ മുഴുവൻ BJP ചേർന്ന് BJP അംഗങ്ങളായി ആ മന്ത്രിസഭ നടത്തിക്കൊണ്ടുപോയില്ലേ. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വല്ല ഉറപ്പുണ്ടോ? 6 മാസം കഴിഞ്ഞാൽ, ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 6 മാസങ്ങൾ കഴിഞ്ഞാൽ ഈ കർണാടകത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും MLAമാരും കോൺഗ്രസ് പാർട്ടിയിൽ കാണുമെന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ശ്രീ KC വേണുഗോപാലെങ്കിലും ഉറപ്പ് തരാൻ പറ്റും? ഒരു ഉറപ്പ് തരാൻ പറ്റും, ചെറിയൊരു ഉറപ്പ്. കോൺഗ്രസിന്റെ ലേബലിൽ ജയിക്കുന്ന MLAമാർ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന അടുത്ത സംസ്ഥാനത്ത് ഒരു റിസോർട്ട് ബുക്ക് ചെയ്യും. എന്നിട്ട് വലിയ 2 എയർ കണ്ടീഷൻ ബസ്സും 2 പ്ലെയിൻ നിറച്ച് ടിക്കറ്റും ബുക്ക് ചെയ്ത് കൈവച്ചേക്കും. എപ്പോഴാവശ്യം വരും ദേവന്മാരെ ചാക്കുമായിട്ട് BJPക്കാർ വരും. അതിനകത്ത് കാശ് വെച്ചിട്ട് ഈ എലിയെ പിടിക്കാൻ നമ്മൾ എലിപ്പത്തായത്തിനകത്ത് ഉണക്കത്തേങ്ങ വയ്ക്കുന്ന കണക്ക് ചാക്കിനകത്ത് പൈസയും വെച്ച് ഇങ്ങനെ വിളിക്കും, ചെന്ന് ചാടിക്കൊടുക്കും. ഒരു ഇടതുപക്ഷക്കാരനെ അങ്ങനെ ചാടിക്കാൻ പറ്റുമോ? ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ച് ജയിക്കുന്ന ഒരു MPയെ എലിപ്പത്തായത്തിനകത്ത് ഉണക്ക തേങ്ങാപ്പൂൾ വയ്ക്കുന്ന പോലെ വെച്ച് ചാടിക്കാൻ, പണച്ചാക്കിനകത്ത് ചാടിക്കാൻ കഴിയുമോ? ഇല്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് കഴിയും. ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു സാധാരണ ഇടതുപക്ഷ പ്രവർത്തകന്, ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയ്ക്കോ പറയാൻ കഴിയും ഞങ്ങളുടെ ഒരു ജനപ്രതിനിധി അത് ചെയ്യില്ല എന്ന് പറയും. ഇവിടെ അത് ഉറപ്പുകൊണ്ടുണ്ടോ? രാജ്യസഭയിൽ സീറ്റ് ഉണ്ടാകുന്നതല്ലേ ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ആളുകളെ തെരഞ്ഞ്. ഹിമാചൽ പ്രദേശിൽ പ്രശ്നം തന്നെ. എവിടെ ഭരണം കിട്ടിയാലും എന്താ ഇവിടെ സംഭവിച്ചത്? ഗോവയിൽ എന്താ സംഭവിച്ചത്? കർണാടകത്തിന് മുമ്പ് എന്താ സംഭവിച്ചത്? ഇനി എന്താ കർണാടകത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പം ഇവർ ഒരു വലിയ പണച്ചാക്കിന് ഇവിടെ എല്ലാം കൊണ്ടു കിടക്കുന്നുണ്ട്. DK ശിവകുമാർ എന്നൊരാളെ, അദ്ദേഹം സ്വന്തം വിമാനത്തിൽ വരും. തിരുവനന്തപുരത്ത് BJPക്ക് വേണ്ടി വലിയൊരു കോടീശ്വരം മത്സരിക്കുന്നത്. 850 രൂപ മാത്രം ജീവിതത്തിൽ ഇനി മെച്ചമുള്ള, അത് ആയിരക്കണക്കിന് കോടി. കേരളത്തിലെ ഒരു ന്യൂസ് ചാനലടക്കം ഉടമസ്ഥനായ അദ്ദേഹം പറയുന്നു, എനിക്ക് നികുതി കൊടുക്കാൻ 850 രൂപയ്ക്കേ ഉള്ളതാണ്. ഇവിടെ സാധാരണ മുറുക്കാങ്കട നടക്കുന്നതാണ് നികുതി കൊടുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന് 1000 രൂപയുടെ നികുതി കൊടുക്കാൻ കാണും. ചിലപ്പോൾ 1000 രൂപ വരുമാനം ഉണ്ടെന്ന് കാണിച്ചൊരു നികുതി കൊടുക്കാം. ഇത്രയും കോടീശ്വരനെ അയാൾ പറയുന്നത് എനിക്ക് 850 രൂപയേ ഉള്ളൂ നികുതി കൊടുക്കേണ്ട പണം, അതുകൊണ്ട് 850 രൂപയുടെ. അപ്പം നികുതി വെട്ടിപ്പല്ലയോ? തൃശ്ശൂർ മത്സരിക്കുന്ന ഒരാൾ പോണ്ടിച്ചേരി കൊണ്ട് വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് നികുതി വെട്ടിക്കുക, കേരളത്തിൽ ഓടിക്കുക, കേരളത്തിൽ ജീവിക്കുക, ടാക്സ് കാറിൻ്റെ. ഇങ്ങനെ നികുതി വെട്ടിപ്പുകാരും കുഴപ്പക്കാരുമാണ് ചുറ്റുമുള്ളത്. ഇടതുപക്ഷത്തിന് സുതാര്യതയുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾ എന്നും സുതാര്യത ഉള്ളവരാണ്. അവർക്ക് പാർട്ടിയോട് ഉത്തരവാദിത്തമുണ്ട്, മുന്നണിയോട് ഉത്തരവാദിത്തമുണ്ട്, ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. എല്ലാത്തിലും ഉപരിയായി ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ BJPക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയായി മാറിയിരിക്കുകയാണ്. ആ ഏജൻസിയിലുള്ളവർക്ക് ഏജൻസി വഴി BJPയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാൻ കേരളത്തിലെ മതേതര വിശ്വാസികളായ ജനങ്ങൾ UDFന് വോട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പറ്റിയ അബദ്ധം ഇനി പറ്റാൻ പാടില്ല. വയനാടിനെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ പോയ ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം വലിയ ആളാണ്, നമ്മളൊക്കെ വെച്ച് നോക്കും വലിയ ആളാണ്, സമ്മതിച്ചു. നമ്മളൊക്കെ സാധാരണക്കാരാണ്, അദ്ദേഹം വലിയ ആളാണ്, അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നതമായ നേതാവ്. എന്തുകൊണ്ട് പാർലമെന്റിൽ അദ്ദേഹം വയനാടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല? ഞാൻ ഇന്നലെ അത്ഭുതപ്പെട്ടു. ഇന്നലെ രാവിലെ TV ഓൺ ചെയ്തപ്പോൾ കണ്ടത് വയനാട്ടിലെ ബിഷപ്പന്മാരുമായിട്ട് ഒരു മീറ്റിംഗ് അദ്ദേഹം നടത്തിയിരിക്കുന്നു. അപ്പോൾ ബിഷപ്പന്മാർ അദ്ദേഹത്തിന് ഒരു നിവേദനം കൊടുത്തിരിക്കുന്നു, വയനാട്ടിൽ വന്യമൃഗ ശല്യമുണ്ട്. ഞാൻ 2011 2.5 വർഷക്കാലം വനം വകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് കടുവ ഇറങ്ങി പശുവിനെ പിടിച്ചു, ഒരു 5-6 കാളെ പിടിച്ചു. അവസാനം ആ കടുവയെ വെടിവെച്ചു കൊന്നു. അന്ന് മറക്കരുത്, 2011-12 കാലഘട്ടത്തിൽ ഞാൻ മന്ത്രിയായിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും കടുവ ഇറങ്ങുന്നുണ്ട്. ഈ കടുവയെക്കുറിച്ചോ ഈ ആനയെക്കുറിച്ചോ
ഈ വയനാട്ടിലെ വന്യജീവികളെ കൊണ്ടുള്ള ശല്യത്തെക്കുറിച്ചോ വയനാട്ടിലെ ജനങ്ങളുടെ ദുരിത ജീവിതത്തെക്കുറിച്ചോ ഒരക്ഷരം ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധിക്ക് പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ത്യയുടെ പാർലമെന്റിൽ? വേണ്ട. അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം. ഇപ്പം നമ്മൾ പറയുന്നത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പൈസ കേരള സർക്കാരിൻ്റെ ഓഹരി കിട്ടും, മറ്റത് വരത്തില്ല. എന്നിട്ട് എന്താ പറയുന്നത്? യവന്മാർ തിരിയല്ലേ LDFകാരെന്നാണ് പറയുന്നത്. ക്ഷേമ പെൻഷൻ ഒന്ന് ആലോചിക്കണം. ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ 600 രൂപയായിരുന്നു അന്നത്തെ ക്ഷേമ പെൻഷൻ. ആ 600 രൂപ 17 മാസത്തെ കുടിശ്ശിക ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പുറത്തേക്ക് പോകുന്നതും ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതും. വന്നാലുടൻ തന്നെ ഈ 17 മാസത്തെ കുടിശ്ശിക കൊടുത്ത് തീർത്തത് മാത്രമല്ല 600 രൂപയിൽ നിന്നും ക്ഷേമ പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ച സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുമുന്നണി സർക്കാർ ഈ കഴിഞ്ഞ നാളുകൾ വരെ കൃത്യമായി പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നു. ഇടയ്ക്ക് മുടങ്ങിയപ്പോഴും എന്താ, ഒരുമിച്ച് പെൻഷൻ കൊണ്ടുവന്ന് സഹകരണ ബാങ്കിലെ ജീവനക്കാർ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുകൊടുത്ത് ഒപ്പിട്ടു. കൊറോണയുടെ കാലത്തും വെള്ളപ്പൊക്കത്തിന്റെ കാലത്തും പോലും അത് മുടക്കിയില്ല. ഇപ്പൊ എന്തുകൊണ്ട് മുടങ്ങി? കേന്ദ്രം സംസ്ഥാനം നൽകേണ്ട പണം, GSTയുടെ അവകാശപ്പെട്ട പണം, GST വഴി പിരിച്ചെടുത്തതിൽ കേരള ഗവൺമെന്റിനും കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്കും അവകാശപ്പെട്ട പണം പോലും കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല. തരാതിരുന്നപ്പോൾ അത് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു UDFന്റെ MP ഇന്ത്യയുടെ പാർലമെന്റിൽ ശബ്ദിച്ചോ? കേരളത്തിലെ സർക്കാരിന് പണം കൊടുക്കുകയല്ലോ. ഇപ്പം ഞാനൊരു മന്ത്രിയാണ്, കേന്ദ്ര ഗവൺമെന്റ് പൈസ തരുന്നത് എനിക്കാണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണോ? ധനകാര്യമന്ത്രിക്കാണോ? അല്ല. ആർക്കും വീട്ടിൽ കൊണ്ടുപോകാനല്ല. കേന്ദ്രത്തിൽ പണം വന്നാൽ മാത്രമേ ആ പണം പഞ്ചായത്തുകൾ കൊടുക്കാൻ പറ്റൂ. പഞ്ചായത്തുകൾ വഴി ലൈഫ് പദ്ധതി അടക്കം വികസന പദ്ധതികൾ വന്നാലേ സാധാരണക്കാരന് ആശ്വാസം ഉണ്ടാവൂ. പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ക്ഷേമ പെൻഷനുകൾ കൊടുക്കണമെങ്കിൽ ആ പണം വരണം. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്ന പണത്തിന് ഒരു ഗ്രാന്റ് ഉണ്ട്. ആ ഗ്രാന്റ് കേന്ദ്രം തരുന്നില്ല, കേരള സർക്കാരിന്റെ ഓഹരി മാത്രമാണ്. അത് കിട്ടിയാലേ കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണം സുഗമമായി നടത്താൻ കഴിയൂ. വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് എന്താണ്? നാട്ടിലിറങ്ങി പിരിവെടുത്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കും എന്ന് പറയേണ്ട ഗതികേട് വന്നത് കേന്ദ്രം തരാത്തതുകൊണ്ടാണ്. ഇപ്പം നമുക്കറിയാം, കുട്ടനാട്ടിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തു. അന്ന് TV തുറന്നു കഴിഞ്ഞാൽ എല്ലാ BJPക്കാരും കോൺഗ്രസ്സുകാരും ഒരേ ഈണത്തിൽ പാടുകയാണ്, നെൽ കർഷകരുടെ പണം കൊടുത്തില്ല. അപ്പോൾ പ്രസാദ് മിനിസ്റ്റർ എന്താ പറഞ്ഞ? മന്ത്രി കൃഷിമന്ത്രി പ്രസാദ് പറഞ്ഞ എല്ലാവരും കേട്ടു, കേന്ദ്രത്തിൽ നിന്ന് പൈസ തരാണ്ട് ഞങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്, ആ ലോൺ ഞങ്ങൾ തിരിച്ചടയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് പണം വരുമ്പോൾ. നമ്മൾ കേന്ദ്രം ഒന്നും തരാനില്ല നാണയിട്ട് പറയാണ്. BJPക്കാരും പറയുന്നു, കോൺഗ്രസ്സുകാരും പറയുന്നു ഒരുപോലെ. TV ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് എന്താ സംഭവിച്ചത്? അത് കഴിഞ്ഞപ്പോൾ ഇവര് ഇപ്പൊ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എങ്ങനെ വന്നു? കേന്ദ്രം തരാനുള്ള പൈസ കുറെ റിലീസ് ചെയ്തു, 14,400 കോടി രൂപ. എന്താ കാര്യം? കേരള സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഇതാണ് ഫെഡറൽ സംവിധാനത്തിന്റെ തകർച്ച എന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് കേന്ദ്രം സംസ്ഥാനത്തെയും സംസ്ഥാനം ഗ്രാമപഞ്ചായത്തുകളെയും ജില്ലാ പഞ്ചായത്തുകളെയും സഹായിച്ചുകൊണ്ട് ഏറ്റവും താഴെ തട്ടിൽ വരെ ഗ്രാമ സ്വരാജ്യന്റെ ഭാഗമായി വികസനം എത്തണം, ക്ഷേമം എത്തണം. അതിനുവേണ്ടിയാണ്. അപ്പൊ സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന നല്ല പദ്ധതികളിൽ പങ്കാളിയായിക്കൊണ്ട് കേന്ദ്ര സഹായം നൽകി കേരള സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഫെഡറൽ സംവിധാനം എന്ന ആശയം. ആ ആശയത്തിന്റെ ലംഘനമാണ്. BJP ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളിലേക്കും പണം കൊടുക്കുകയില്ല, അവരെ സാമ്പത്തികമായി ഞെരുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ അത് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനായ മുഖ്യമന്ത്രിയെ മാത്രമല്ല, അദ്ദേഹത്തെ എന്ത് ഞെരുക്കും? മന്ത്രിമാരെയല്ല, MLA-മാരെയല്ല, MP-മാരെയല്ല, സാധാരണക്കാരായ പാവങ്ങളെ, ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ അമ്മമാരെ, അച്ഛന്മാരെ, വൈദ്യുതിയിൽ കഴിയുന്ന നമ്മുടെ സഹോദരിമാരെ, അവർക്ക് കിട്ടേണ്ട ക്യാൻസർ രോഗമുള്ള സഹോദരന്മാരും സഹോദരിമാർക്കും അടക്കം കിട്ടേണ്ട ക്ഷേമ പെൻഷൻ പിടിച്ചു വെക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. മറക്കണ്ട. ഇങ്ങോട്ട് തന്നാൽ റിലീസ് ചെയ്യും. തന്നാലുടൻ 3 ഗഡു ബാങ്കിൽ വന്നു. കണ്ടോ? അവിടുന്ന് പൈസ റിലീസ് ആണ്, 3 ഗഡു ബാങ്കിൽ വന്നു. ഇനി മുടങ്ങാതെ എല്ലാം കിട്ടാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. പക്ഷെ തരാത്തതാരാണ്? അപ്പൊ കേന്ദ്രം തരാത്തതാണ്. കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമരത്തിനൊരുങ്ങി. ആ സമരം തുടങ്ങുന്നതിനും ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷത്തെ കൂടി വിളിക്കണം. കാരണം ഇത് കേരളത്തിനോട് കാണിക്കുന്ന പൊതു അവഗണനയ്ക്കെതിരെ കേരളം പ്രതികരിക്കണം. അതുകൊണ്ട് പ്രതിപക്ഷം കൂടി പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് നടത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു കക്ഷി നേതാവും ഇടതുപക്ഷ ജനാധിപത്യയുടെ സംസ്ഥാന സമിതിയിൽ അംഗവുമാണ്. അപ്പം അവിടെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു പ്രതിപക്ഷത്തോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പം ഞങ്ങളെല്ലാം പറഞ്ഞു ശരി പ്രതിപക്ഷം
വരട്ടെ. പാർലമെന്റ് നേരം സമ്മേളനം തീരുന്നതിന് മുമ്പ് നമ്മൾ പ്രതിപക്ഷത്തെയും സംഘടിച്ച് സമരത്തിന് പോകാം. പ്രതിപക്ഷം ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ വരത്തില്ല, ഞങ്ങൾ സഹകരിക്കത്തില്ല. കെടുകാര്യസ്ഥതയുണ്ട് കേരളത്തിൽ എന്ന് BJPയും പറയുന്നു, UDF ഒരേ സ്വരത്തിൽ പറയുന്നു. നമ്മൾ കാണുന്നതാണ് രാവിലെ ഒരു 11:30 മണിക്ക് മുമ്പേ സതീശൻ ഒരാരോപണമായിട്ട് വരും, എന്തെങ്കിലും ഒരു ആരോപണം. ഒരു ഈണത്തിൽ അദ്ദേഹം പാടിയിട്ട് ഒരു 12:15 സുരേന്ദ്രൻ ഇതേ വരികൾ മറ്റൊരു ഈണത്തിൽ പാടിക്കൊണ്ട് വീണ്ടും വരും. എവിടെ ഈ ആരോപണങ്ങളൊക്കെ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊണ്ട് പല ആരോപണങ്ങളും കൊടുത്തു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു കൊണ്ടുപോവാ, തെളിവ് കൊണ്ടുപോവാ. അല്ല, പേപ്പറിലുണ്ട്. പേപ്പറിലൊന്നും ഇവിടെ എടുക്കില്ല, തെളിവ് കൊണ്ടുപോവാ. ഏതെങ്കിലും ഒരു കേസിൽ തെളിവ് കൊടുക്കാൻ ശ്രീ VD സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വെറുതെ ഇങ്ങനെ ഈ നാട്ടിൽ നടന്ന് ഇലക്ഷൻ അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്കും ചെമ്പായി, പിച്ചളയായി, ഈത്തപ്പഴത്തിന്റെ കുരുവിൽ സ്വർണമായി, ഖുറാന്റെ ഉള്ളിൽ സ്വർണം വെച്ചു എന്നെല്ലാം പറഞ്ഞ് മനുഷ്യനെ അധിക്ഷേപിക്കുക. ജനങ്ങളെയാണ് അധിക്ഷേപിക്കുന്നത്. ഈ പ്രയോഗങ്ങളൊക്കെ ജനങ്ങളെ അധിക്ഷേപിക്കാനാണ്. സാധാരണക്കാരെ ജനങ്ങളെ കളിയാക്കണം. അവരുടെ വിവേചന ബുദ്ധിയെ പരിഹസിക്കുകയാണ് ഇത്തരം വേലകൾ, ഇത്തരം കള്ളത്തരങ്ങൾ. ഈ കള്ളത്തരങ്ങൾ നമ്മൾ തിരിച്ചറിയണം. സമരത്തിന് വന്നില്ല, ഡൽഹിയിൽ സമരത്തിന് പോയി. അവിടെയാണ് നിങ്ങൾ ഫാസിസം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഫാസിസ്റ്റ് നയം കണ്ടോണം. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ഞാനും ശ്രീ ചിത്തരഞ്ജനൻ, ഞങ്ങൾ MLA-മാരെല്ലാവരും MP-മാരെല്ലാം പങ്കെടുത്തു. ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ അവിടെ വന്ന ഉജ്ജ്വലമായ പ്രസംഗം, ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് ഉജ്ജ്വലമായ പ്രസംഗം നടത്തിയ 2 പേരായിരുന്നു. ഒന്ന് കാശ്മീരിൽ നിന്നുള്ള ഫറൂഖ് അബ്ദുള്ള, വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രസംഗമായിരുന്നു. കാരണം ഓരോന്നും അദ്ദേഹം എണ്ണി ഇങ്ങനെ പറഞ്ഞു. ഇംഗ്ലീഷിലായിരുന്നു പ്രസംഗം. അത് കഴിഞ്ഞ് ശ്രീ കെജ്രിവാൾ വന്നു. കെജ്രിവാളും പിന്നീട് പഞ്ചാബ് മുഖ്യമന്ത്രിയും, കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രിയും ഹിന്ദിയിലാണ്. അവർ വളരെ ശക്തമായി, ഹിന്ദി കേട്ടാൽ നമുക്ക് മനസ്സിലാവും, പറയാൻ വലിയ പരിചയമില്ലെങ്കിലും ആഞ്ഞടിച്ചു കേന്ദ്ര ഗവൺമെന്റിനെതിരെ. ഇപ്പൊ കെജ്രിവാൾ എവിടെ? അതാണ് ഫാസിസം. ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ വെച്ച് നടത്തിയിരുന്ന ഫാസിസ്റ്റ് ആശയങ്ങൾ എതിരാളികളെ ജയിലിലടക്കിയ. ഇപ്പൊ റഷ്യയിൽ നമ്മൾ കണ്ടു, റഷ്യയിലെ പ്രസിഡന്റിനെതിരെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് വിഷം തീണ്ടി മരിച്ചു. ഇതായിട്ട് നിൽക്കുന്നവർ മരിക്കുകയാണ് അവിടെ. ഇവിടെ അങ്ങനെയല്ല. കെജ്രിവാൾ ഇന്ന് എവിടെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അടിയന്തരാവസ്ഥക്കാലത്തുണ്ടായിരുന്ന പോലുള്ള ഒരു അരാജകത്വത്തിലേക്ക് ഈ രാജ്യം പോവുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി സർക്കാരിനെ അതിശക്തമായി എതിർക്കുന്ന, അഴിമതിരഹിത രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാൾ ഇന്ന് തീഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് രാഷ്ട്രീയത്തിൽ ഫാസിസം എന്ന് പറയുന്നത്. എതിരാളി ജയിലിൽ കിടക്കുന്നു. എതിരാളിയെ സർക്കാരിൻ്റെ ഏജൻസികളെ ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, മറ്റ് ഏജൻസികളെ ഉപയോഗിച്ച് എതിരാളിയെ അടിമപ്പെടുത്തി പിടിച്ചു കെട്ടി ജയിലിലിടും. ഈ ഭയമാണ് കോൺഗ്രസിലെ പലരെയും BJPയിലേക്ക് പറഞ്ഞു വിടുന്നത്. പിന്നെ ചാക്കിനകത്തിരിക്കുന്ന പൈസയും ഇതാണ് പോകുന്നത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ അഴിമതി. ഗവൺമെന്റ് നിയമം പാസാക്കി നിയമത്തിലൂടെ അഴിമതി നടത്തുന്ന ലോകത്തെ ആദ്യത്തെ പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ട്. ഇന്ത്യയിലെ കുത്തക മുതലാളിമാരെന്നും കള്ളക്കച്ചവടക്കാരെന്നും 8000 കോടി രൂപയാണ് BJP സമാഹരിച്ചത്. ആ സമാഹരിച്ച പണം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസ്സുകാരനെയും UDF-കാരനെയും ചാക്കിൽ കയറ്റാൻ ഉപയോഗിക്കുന്നു. കാരണം ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ അനുവദിച്ചിരിക്കുന്ന ഒരു നിശ്ചിത തുകയുണ്ട്. ആ തുകയുടെ ഇരട്ടി ചെലവാക്കിയാലും അതിൻ്റെ 500 ഇരട്ടി പണം എല്ലാ മണ്ഡലത്തിലും വെച്ചാൽ ഇന്ത്യ മുഴുവൻ ചെലവാക്കിയാലും പിന്നെയും ഈ 8000 കോടി കൊണ്ടൊന്നും ആവില്ല. ഈ 8000 കോടി എന്തിനാണ്? ഒളിഞ്ഞും തിരിഞ്ഞും കിട്ടുന്ന പണം ഈ രാജ്യത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന കുതിര കച്ചവടം നടത്താൻ വേണ്ടിയാണ് BJP കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്തരം ആളുകളാണോ ഇന്ത്യ ഭരിക്കേണ്ടത്? ഇവിടെ വേറൊരു സമരം ഉണ്ടായി. ഞാൻ ചോട്ടെ, ഒരു സമരം അവനവൻ്റെ നേല് തോന്നുമ്പോൾ മാത്രമേ ചിലർക്ക് ദണ്ണം വരത്തുള്ളൂ. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരെ തുടരണം. അതിനു മുമ്പ് ഒരു പ്രശ്നം വന്നു. ഇവിടെ പൗരത്വ ബില്ല് കൊണ്ടുവന്നു. ഇപ്പൊ ഈ പൗരത്വ ബില്ല് കൊണ്ടുവന്നപ്പോൾ ആളുകളുടെ വിചാരം എന്താ? ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ പൗരത്വ ബില്ലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ വേണമെന്നാണ് ചോദിക്കുന്നത്. ഒരു കുഴപ്പമില്ല ഇതിന്. പൗരത്വ ബില്ല് 4 കൊല്ലം മുമ്പ് വന്നു. കോൺഗ്രസ്സുകാരൊന്നും മിണ്ടിയില്ല. അന്ന് കണക്ക് സമയം കിടന്ന് വെള്ളം ഉണ്ടാക്കി പുറത്തോട്ട് പോയി. അവർ ബില്ല് പാസ്സാക്കി. അത് കഴിഞ്ഞ് ആ ബില്ലിന്റെ റൂൾ ഇപ്പൊ വന്നു. ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് വന്നപ്പം ഇന്ത്യയുടെ കോൺഗ്രസ് പ്രസിഡന്റിനോട് ചോദിച്ചു, എന്താണ് അഭിപ്രായം, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു, ഈ പൗരത്വ ബില്ലിനെ കുറിച്ച്? ഞങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. 4 കൊല്ലം കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടുണ്ട്. അതിൽ പുതിയ ആളെ കയറ്റിയിട്ടുണ്ട്, ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പം പറയാണ്, ഞങ്ങൾ ആലോചിച്ചില്ല, ഉറങ്ങി എണീച്ച് നാളെ രാവിലെ പറയാമെന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നു,
നാളെ രാവിലെ പറയാം ആലോചിച്ചിട്ട്. വേണ്ട, ഇവിടെ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ചോദിക്കട്ടെ, എന്താ പൗരത്വ നിയമത്തെക്കുറിച്ച് നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്താ? ഞങ്ങളുടെ മുന്നണിയുടെയും പാർട്ടിയുടെയും നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിനെ എതിർക്കുന്നു. എന്തുകൊണ്ട് എതിർക്കുന്നു? പൗരത്വ നിയമത്തിന്റെ ഭാഗമായി വരുന്ന പൗരത്വ രജിസ്റ്റർ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് അവരുടെ പൗരത്വം നിഷേധിക്കപ്പെടാനിടയാവും ഭാവിയിൽ. പൗരത്വ രജിസ്റ്റർ അപ്പം എന്താ പിണറായി വിജയൻ കേരളത്തിൽ നടപ്പിലാക്കുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ ഒരു പൗരത്വ രജിസ്റ്റർ സൂക്ഷിക്കണം. ആ രജിസ്റ്ററിൽ ഇപ്പൊ ആലപ്പുഴക്കാരനായ മുസ്തഫ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മുഹമ്മദോ അഹമ്മദോ ആരെങ്കിലും ഒരാൾ, ഇയാൾ നാളെ പറയുകയാണ് ഇയാള് വേണ്ട, ഇവിടെ മത്സരിക്കുന്ന ആരിഫ്, LDF സ്ഥാനാർത്ഥി ആരിഫ് ഇന്ത്യൻ പൗരനല്ല എന്ന് നാളെ പറഞ്ഞാൽ, അദ്ദേഹം പാർലമെന്റിൽ പോയിട്ടുള്ള ആളാണ്, അസംബ്ലിയിൽ പോയിട്ടുള്ള ആളാണ്. നാളെ പറയാണ് ആരിഫ് ഏതെങ്കിലും ഒരു സംഘപരിവാരാണ് എഴുതി കൊടുക്കുകയാണ്, ആരിഫ് ഇന്ത്യക്കാരനല്ല, ആരിഫിന്റെ അപ്പൂപ്പന്റെ പാകിസ്ഥാൻകാരനാണ്, ഇവർക്ക് ശരിയായ പൗരത്വമില്ല ഇവിടെ എന്ന് പറഞ്ഞാൽ ആരിഫ് തെളിയിക്കണം. ആരിഫിന്റെ അപ്പൂപ്പൻ വരെയൊക്കെ പറയാൻ പറ്റും. അപ്പൂപ്പൻ ആരാണെന്ന് ആരിഫ് തെളിയിച്ചില്ലെങ്കിൽ ആരിഫിനെ പിടിച്ച് ഇവിടുത്തെ പൗരനല്ലെന്ന് പിടിച്ചു കെട്ടി പാകിസ്ഥാന്റെ അതിർത്തി കൊണ്ടുവന്ന് അങ്ങോട്ട് വിടാം. അങ്ങോട്ട് കയറ്റിയാലും അവിടുത്തെ ജയിലിൽ, ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഇവിടുത്തെ ജയിലിൽ. ഇത് ഭാവിയിൽ ഇവിടെയുള്ള ഓരോ ആളുകൾക്കും വരാതിരിക്കാൻ വേണ്ടിയാണ്. ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ പറയുമ്പം ഇപ്പം പണ്ട് പറയും ഘാട്ട് കരാറിനെ ഇടതുപക്ഷം എതിർത്തു എന്ന് പറയും, ആസിയാൻ കരാറിനെ ഇടതുപക്ഷം എതിർത്തു എന്ന് പറയുന്നത്. എന്തിനാന്ന് പലർക്കും അന്ന് മനസ്സിലായില്ല. ഇപ്പം മനസ്സിലാവുന്നു. റബ്ബറിന് വിലയില്ല, കുരുമുളകിന് വിലയില്ല, ഒന്നിനും ഒരു കാർഷിക ഉൽപ്പന്നത്തിനും വിലയില്ലാതായപ്പോൾ എന്താണ് ആസിയൻ കരാറിനെ ഇടതുപക്ഷം എതിർത്തത്? ഘാട്ട് കരാറിനെതിരെ വീരേന്ദ്രകുമാർ, സോഷ്യലിസ്റ്റായ വീരേന്ദ്രകുമാർ, അദ്ദേഹം പുസ്തകം എഴുതി ഘാട്ട് കരാറിനെതിരെ. എന്താണ് പുസ്തകത്തിൽ എഴുതിയെന്ന് ഇപ്പം മനസ്സിലായി, അന്ന് മനസ്സിലായില്ല. അന്ന് കോൺഗ്രസ് പറഞ്ഞ ആസിയൻ കരാർ വന്നാൽ ഭയങ്കര തൊഴിലാണ്, ഭയങ്കര തേങ്ങയാണ്, മാങ്ങയാണ്. എല്ലാ രാജ്യങ്ങളിൽ നിന്ന് റബ്ബർ ഇറക്കുമതി ചെയ്ത് കോടാനുകോടിയുടെ റബ്ബർ ഇഷ്ടംപോലെ ഇറക്കുമതി ചെയ്ത് ഇവിടുത്തെ റബ്ബർ കർഷകന്റെ നടുകൊടിച്ച് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ കർഷകനെ പട്ടിണിയിലാക്കിയ ആസിയൻ കരാർ അന്ന് എതിർത്തപ്പോൾ എന്തിനാണെന്ന് വ്യക്തമായില്ല. പക്ഷെ ഇപ്പൊ പറയാം എന്തിനാണ് എതിർക്കുന്നപ്പോൾ മനസ്സിലായില്ല. നമ്മുടെ കൂട്ടത്തിൽ മതേതര വിശ്വാസികളായ നമ്മുടെ ഇടയിൽ ഒരു വീട്ടിൽ നായർ, ഒരു വീട്ടിൽ ഈഴവൻ, ഒരു വീട്ടിൽ ക്രിസ്ത്യാനി, ഒരു വീട്ടിൽ മുസ്ലിം, ഒരു വീട്ടിൽ പട്ടികജാതിവാദിപ്പെട്ടവർ, ഇങ്ങനെ സ്നേഹത്തോടെ ജീവിക്കുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ അതിലൊരാളെ പിടിച്ച് ഇന്ത്യക്ക് പുറത്തേക്ക് വിടാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് മാത്രം ആലോചിച്ചാൽ. അതിനെ എതിർത്ത് സമരത്തിന് വിളിച്ചപ്പോ ഇപ്പൊ പറഞ്ഞു ഞങ്ങൾ വരത്തില്ല സമരത്തിന്. ഏത്? തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ സാംസ്കാരിക നായകന്മാരും സാഹിത്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ സർവകക്ഷികളെയും ഒരു സമരത്തിന് വിളിച്ചു. ഞങ്ങളെല്ലാം പോയി പങ്കെടുത്ത ആ സമരത്തിന് വിളിച്ചപ്പോഴും ഇവിടുത്തെ UDF-കാർ പറഞ്ഞു ഞങ്ങൾ വരില്ല, മുസ്ലിം ലീഗ് അടക്കമുള്ളവർ വന്നില്ല. മുസ്ലിം ലീഗിന്റെ ഗതികേടെന്ന് പറഞ്ഞാൽ വലിയ ഗതികേടാ. കാരണം സ്വന്തം പാർട്ടിയുടെ കൊടി ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത ലജ്ജാകരമായ സാഹചര്യമാണ് മുസ്ലിം ലീഗിനുള്ളത്. കോൺഗ്രസിനെ താങ്ങി നിർത്തുന്ന, UDF-നെ താങ്ങി നിർത്തുന്ന കേരളത്തിലെ ഒരു പ്രമുഖ കക്ഷിയാണ് മുസ്ലിം ലീഗ്. പാണക്കാട് ശിഹാബ് തങ്ങളടക്കം ബഹുമാന്യരായ ആളുകൾ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നേതൃത്വം കൊടുത്ത് ഇന്ത്യൻ മതേതരത്തിന് വേണ്ടി ഉറച്ചു നിന്നുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന് സ്വന്തം പതാക വയനാടിന്റെ മണ്ണിലോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് വരുന്നിടത്തോ ഇലക്ഷൻ സമയത്തോ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയാതെ UDF-ൽ കഴിയുന്ന അവരുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്തി പോകും. സ്വന്തം പതാക എന്താൻ മുസ്ലിം ലീഗുകാരന് അവകാശമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് BJP-കാരൻ പേടിച്ചാണ്. BJP-കാരൻ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തുമെന്ന് പേടിച്ച് കോൺഗ്രസ്സുകാരുടെ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിം ലീഗുകാരൻ അവന്റെ പതാക താഴെ വെച്ചു. എന്താണ് UDF എന്ന് മനസ്സിലായില്ലേ? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പൗരത്വ നിയമത്തിനെതിരെ സമരത്തിന് വന്നില്ല. സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രശ്നം ഉന്നയിച്ച് നടത്തിയ സമരത്തിൽ UDF പങ്കെടുത്തില്ല. ഇവിടെ നോട്ട് നിരോധനം വന്നപ്പോൾ, ഡിമോണിറ്റൈസേഷൻ വന്നപ്പോൾ ആ സമരത്തിൽ UDF പങ്കെടുത്തില്ല. ഒരു കേന്ദ്രത്തിലുള്ള ഒരു സമരത്തിലും പങ്കെടുക്കാത്ത ഇവർ ഇവിടെ ഡീസലിനും പെട്രോളിനും വില കൂട്ടിയിട്ട് കോൺഗ്രസ്സുകാർ സമരം ചെയ്തില്ല, UDF-കാർ സമരം ചെയ്തില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ 2 ദിവസം നിലയ്ക്കാത്ത സമരമാണ്. 2 ദിവസം. എന്താണ് നിലയ്ക്കാത്ത സമരത്തിന് കാര്യം? കോൺഗ്രസിനെ ഇൻകം ടാക്സ് പിടിച്ചു. 1400 കോടി രൂപ ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് മരവിപ്പിച്ചു. കൃത്യമായ കണക്ക് കൊടുത്തില്ല എന്ന രീതിയിൽ മരവിപ്പിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യ മുഴുവൻ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സമരം. ഈ പൗരത്വ ബില്ലിനില്ല, നോട്ട് നിരോധനത്തിനില്ല, മണിപ്പൂരിൽ നടന്ന കലാപത്തിനെതിരെ സമരം ചെയ്തില്ല. കോൺഗ്രസ്സുകാർ ആലപ്പുഴയിലോ കൊല്ലത്തോ കൊട്ടാരക്കരയിലോ പത്തനാപുരത്തോ കാസർഗോഡോ ഇതിനു വേണ്ടി സമരം ചെയ്തില്ല. ഏതാ? പൗരത്വ നിയമത്തിന് സമരം ചെയ്തില്ല.
പൗരത്വത്തിന് പൊതുവായ ഒരു സമരത്തിന് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് രാഷ്ട്രീയമില്ലാതെ വിളിച്ചപ്പോൾ വന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമായി ഡൽഹി പോയപ്പോൾ വന്നില്ല. എന്നാൽ പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തിയില്ല രാഹുൽ ഗാന്ധി പോലും. ഇതൊന്നും ചെയ്യാത്തവർ പറയുന്നു ഞങ്ങൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ശക്തമായ സമരമാണ്. ആരും അറിഞ്ഞില്ല. നേതാവിന്റെ പ്രസ്താവനയല്ലാതെ കോൺഗ്രസ്സുകാർ പോലും ഈ കാര്യം അറിഞ്ഞില്ല. ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മോടൊപ്പം നിന്ന് കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ കൂടെ ജീവിച്ച് നിങ്ങളിൽ ഒരുവനായി ജീവിച്ച ആരിഫ് നമുക്കൊരു അന്യനല്ല. ആരിഫിന് ജാതിയോ മതമോ ചിന്തകളോ ഒന്നുമില്ലാതെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നമ്മുടെ ഏതെങ്കിലും ആപത്തിൽ പെടുമ്പോൾ നമ്മോടൊപ്പം കൂടെ നിന്ന് സഹായിച്ചിട്ടുള്ള നമ്മുടെ കൂടപ്പിറപ്പാണ് ആരിഫ്. നമ്മുടെ മകനാണ്, നമ്മുടെ സഹോദരനാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഉറപ്പുള്ള തീരുമാനങ്ങളിൽ, ശക്തമായ മുന്നേറ്റങ്ങളിൽ, സമര മുന്നേറ്റങ്ങളിൽ മുന്നണി പടയാളിയായി നിൽക്കുന്ന ആളാണ് ആരിഫ്. ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി എപ്പോഴും ശബ്ദമുയർത്താനും ഏത് പോരാട്ടത്തിനും പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങൾക്ക് വേണ്ടി, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, മതേതരത്തിന് വേണ്ടി, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്ന പ്രിയപ്പെട്ട ആരിഫ്, അദ്ദേഹത്തെ വിജയിപ്പിക്കണം. ഒരു കാര്യം ഉറപ്പുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചാൽ അദ്ദേഹം മതേതര പക്ഷത്ത് തന്നെ കാണും. അദ്ദേഹം ഇടതുപക്ഷത്ത് തന്നെ കാണും. ആശങ്കപ്പെടണ്ട. അബ്ദുള്ള കുട്ടിയെ പോലുള്ളവരാവില്ല. അങ്ങനെയുള്ള നന്ദി കെട്ടവരാവില്ല. വന്ന വഴി മറക്കില്ല. പിന്തുണച്ച ജനങ്ങളെ മറന്നുകൊണ്ട് പോയ അബ്ദുള്ള കുട്ടിയെ പോലെ ആവില്ല. മാന്യനാണ് ആരിഫ്, സത്യസന്ധനാണ്. ഞാൻ പറയേണ്ട കാര്യമല്ല, എന്നെക്കാൾ കൂടുതൽ എൻ്റെ അനിയനെ പോലെ കേരള നിയമസഭയിൽ വരുമ്പോൾ എൻ്റെ അനിയനെ പോലെ ഞാൻ കൂടെ കൊണ്ടു നടന്നിട്ടുള്ള എൻ്റെ സഹോദരനാണ് ആരിഫ്. ആരിഫിന് വേണ്ടി വോട്ട് ചോദിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആരിഫിനെ കാണുമ്പോൾ നല്ല സുന്ദരനാണ്. അതുപോലെ സുന്ദരമായ മനസ്സിന്റെ ഉടമയാണ് ആരിഫ്. പുറത്ത് നല്ല ഭംഗിയും അകത്ത് വിഷവുമായി നടക്കുന്ന ക്രൂരന്മാരുടെ കൂട്ടത്തിൽ പെടുന്ന ആളല്ല ആരിഫ്. ഞാൻ ധൈര്യമായിട്ട് പറയാം, തമ്മിലടിപ്പിക്കുകയും കലഹിക്കുകയും ചെയ്ത് മതവിദ്വേഷം പകർത്തി വോട്ട് പിടിക്കാൻ നടക്കുന്നവർക്ക് വോട്ട് കൊടുക്കാൻ പാടില്ല. നമുക്ക് ജാതിയില്ല, നമുക്ക് മതമില്ല, നമുക്ക് മനുഷ്യത്വമേ ഉള്ളൂ, നമുക്ക് സ്നേഹമേ ഉള്ളൂ. അതാണ് ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം. അതാണ് ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയം. മലയാളിയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടം ഇന്ന് മലയാളി നമ്മുടെ മതേതരത്വം നിലനിർത്തുന്നു എന്നുള്ളതാണ്. ജാതി ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ 100 വർഷം പുഴകോട്ട് പിടിക്കാൻ RSSന്റെ 100 വർഷം മുമ്പുള്ള അജണ്ട നടപ്പിലാക്കി. ഭരണഘടനയേക്കാൾ വലുതാണ് മനുസ്മൃതി എന്ന് പറയാണ്. ചെയ്യുന്ന തൊഴിലിന്റെ പേരിൽ ജാതി തിരിച്ച് മനുഷ്യനെ അടിമയാക്കി കൊണ്ടുപോകണം എന്ന് പറയുന്ന മനുസ്മൃതിയാണ് ഭരണഘടനയേക്കാൾ നല്ലതെന്ന് പറയുന്ന RSSന്റെ നയം ഇന്ത്യയിലും കേരളത്തിലും നടപ്പിലാക്കാതിരിക്കണം. അതിൽ ഇന്ത്യയിൽ നടപ്പാക്കിയിരുന്ന കേരളത്തിന്റെ ശബ്ദം മുഴങ്ങി തന്നെ കേൾക്കണം പാർലമെന്റ്. അതിനുവേണ്ടി ആരിഫിനെ സഹായിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക്, ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും സമാധാനത്തോടെ ഇതെന്റെ രാജ്യമാണ്, ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണ് എന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിയണം. അല്ലാതെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആൾ വയനാട്ടിൽ ചെന്നിട്ട് പറയുകയാണ്. എത്ര ചീപ്പായിട്ടാണ് പറയുന്നത്. വിവരവും വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് സുൽത്താൻ ബത്തേരി എന്നുള്ളത് ഗണപതി വട്ടം എന്നാക്കുന്നു. ഞാൻ ഇന്നലെ തലശ്ശേരി പോയപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളടുത്തും പറയുകയാണ്. സുരേന്ദ്ര, അങ്ങനെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അവിടെ നടക്കുകയില്ല. ജയിച്ച് അദ്ദേഹം മന്ത്രിയായി പാർലമെന്റിൽ പോയി ശേഷം സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെങ്കിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി ആദ്യം വിചാരിക്കണം, പിന്നെ കേരള സർക്കാർ വിചാരിക്കണം. ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്ത് പേര് മാറ്റണം. ഒറ്റ അപേക്ഷ ഞാൻ പറഞ്ഞുള്ളൂ. ഏതായാലും നടക്കാൻ പോകുന്നില്ലെങ്കിൽ എൻ്റെ ആഗ്രഹം കൂടെ എൻ്റെ കൂട്ടത്തിൽ പറയില്ല, ഈ ഗണപതി വട്ടം എന്നുള്ള വാക്കിയത് ഗണേശ വട്ടം എന്നാക്കി തരണം എന്ന് ഒരപേക്ഷ. സത്യമല്ലയോ? തെറ്റില്ലല്ലോ. രണ്ടും ഒരു പേര് തന്നെ. കൊട്ടാരക്കര ഗണപതിയുടെ പേര് തന്നെ എൻ്റെ അച്ഛൻ എനിക്കിട്ടത്. അപ്പം ഗണപതി എന്ന് പറഞ്ഞാൽ ഗണേശൻ എന്ന് എഴുതിയാൽ ഒന്ന് തന്നെ. അപ്പോൾ ഗണേശവട്ടം എന്ന് മാറ്റിത്തരണം. കാരണം ഏതായാലും ഭയങ്കര നടപടി എടുക്കാൻ പോകില്ല. ആ എടുക്കുമ്പോൾ പാവപ്പെട്ട എന്നെ പോലെ ഒരുത്തിനും കൂടെ അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാം. എതിരാളിയാണെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കണം എന്ന് ഞാൻ സുരേന്ദ്രനോട് അപേക്ഷിക്കാം. ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഞാൻ ആകെ പ്രാന്തായി പോവുകയാണ്. ഇവരൊന്നും കൊണ്ടല്ല, എല്ലാ ജില്ലയിൽ നിന്നും കേരളത്തിൽ നിന്ന് മന്ത്രിമാരാ. തിരുവനന്തപുരത്തും പറഞ്ഞു, തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ കേന്ദ്രമന്ത്രി, ഇപ്പൊ തന്നെ കേന്ദ്രമന്ത്രി, ഇനിയും അതിനേക്കാളും വലിയ മന്ത്രി. കൊല്ലത്ത് വന്നപ്പോൾ സുരേന്ദ്രൻ പറയുന്നു, ഇവിടെ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ 100% മന്ത്രിയാണ്. ആലപ്പുഴ വന്നപ്പോൾ ഇതൊക്കെ കടത്തി വിട്ടി കഴിഞ്ഞു. ആലപ്പുഴ വന്നപ്പോൾ ഒരു ബോർഡ് കാണുന്നത് മന്ത്രി വോട്ട് ചെയ്യുമെന്നാണ്. ഇത് വനിതാ മന്ത്രിക്ക് വോട്ട് ചെയ്യുമെന്നാണ്. തൊലിക്കട്ടിയുള്ളവരാരെങ്കിലും അങ്ങനെ ബോർഡ് എടുത്ത് വയ്ക്കൂ? തോക്കാൻ പോകുന്ന ഒരാൾ അത്തരത്തിലൊരു നാണം കെട്ട ബോർഡ് ആരെങ്കിലും ജീവിതത്തിൽ ലോകത്തൊരു തെരഞ്ഞെടുപ്പിലും, മറ്റതൊക്കെ പറച്ചിലേ ഉള്ളൂ. സുരേന്ദ്രൻ ചുമ്മാ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു കൊല്ലത്ത് മത്സരിക്കുന്ന ആളെ ജയിക്കാമെങ്കിൽ മന്ത്രിയാക്കും എന്ന് പറഞ്ഞു. ആരൊക്കെയാ മന്ത്രിമാര്? B. മുരളീധരൻ മന്ത്രി. ചിറയൻകീഴ് വന്നപ്പോൾ B. മുരളീധരൻ മന്ത്രി, വീണ്ടും അതിനേക്കാലം മന്ത്രിയാണ്. തിരുവനന്തപുരത്ത് മന്ത്രി, അതിലും വലിയ മന്ത്രിയാവുന്നു.
ചിറയൻകീഴ് നിൽക്കുന്ന ആള് മന്ത്രി, അതിനേക്കാളും വലിയ മന്ത്രിയാവുന്നു. അത് കഴിഞ്ഞ് ആലപ്പുഴ കൊല്ലത്ത് വന്നപ്പോൾ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ടി വി പറഞ്ഞിട്ട് കൊല്ലത്തുള്ള ആളെ ജയിക്കത്തില്ല, അത് വേറെ കാര്യം. കൊല്ലത്ത് പുള്ളി വന്നപ്പം പത്രക്കാർ ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചു, ഇവിടെ എന്താണെന്ന് ചോദിച്ചു. എവിടെ നിൽക്കും ചില ആൾക്കാർ, എവിടെ നിൽക്കും? ഇപ്പൊ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി എവിടെ നിൽക്കും? കഴിഞ്ഞ നാൾ ചിറയൻകീഴായിരുന്നു, ഇപ്പൊ ഇവിടെ ആയി. അതിന് മുമ്പ് വേറെ പലത്തുമായിരുന്നു, തൃശ്ശൂരൊക്കെ ആയിരുന്നു. അവിടുത്തെ സ്വന്തം നാട്ടിൽ നീങ്ങി പോകുന്നു. ഇവിടെ വന്നിട്ട് എന്താ ചെയ്യുന്ന അവസാനം? ഇവിടെ വന്നിട്ട് മന്ത്രി, ഒരു നാണം, നമുക്കൊരു തൊലിക്കട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കാണ്ടാമൃഗത്തിന് ഇതിനേക്കാളും മൃദുവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വനിതാ മന്ത്രിയാകാൻ പോകുന്ന, കേന്ദ്രമന്ത്രിയാകാൻ പോകുന്ന ആളിന് വോട്ട് ചെയ്യാൻ നമ്മളെ എന്ത് കളിയാക്കുവന്നോ? ഇത് ഈ ഒരു മന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യും? ഒരു മന്ത്രിയായിട്ട് നമുക്ക് എന്നാ കുന്തം? ഇവിടുന്ന് മിസ്റ്റർ KC വേണുഗോപാൽ മന്ത്രിയായിട്ടുണ്ടല്ലോ, എന്ത് പ്രയോജനം ഉണ്ടായി? സംസ്ഥാന മന്ത്രിയായിട്ടുണ്ട്, കേന്ദ്രമന്ത്രി, എന്ത് പ്രയോജനം ഉണ്ടായി? അതുപോലെ ഈ മഹത് വനിത മന്ത്രിയാകുന്ന സ്വയം നേരത്തെ കൊല്ലത്ത് വോട്ട്, ആലപ്പുഴ എത്തി. അത് കഴിഞ്ഞാൽ വയനാട്ടിൽ ചെന്നാൽ സുരേന്ദ്രൻ മന്ത്രിയായിട്ട് ഗണപതി വട്ടം ഉണ്ടാക്കാൻ നിൽക്കുന്നു. തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ അമിത്ഷായെ മാറ്റിയിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ ഒരാൾ തൃശ്ശൂർ നിൽക്കുന്നു. പോലീസായിട്ട് അഭിനയിച്ച് പോലീസ് ശരീരത്തിൽ കയറി. ഈ പരകാല പ്രദേശം എന്ന് പറയും ചില ആൾക്കാർക്ക്. പണ്ട് ഞാനൊരു സീരിയലിൽ അഭിനയിക്കുമ്പോൾ അവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ ഒരു റോൾ വന്നപ്പോൾ അദ്ദേഹത്തിന് പോലീസ് വേഷം കൊടുത്തു. ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന്റെ സ്ത്രീ എന്ന് പറഞ്ഞൊരു സീരിയൽ ഉണ്ടായിരുന്നുണ്ട് ഏഷ്യാനെറ്റിൽ. അപ്പൊ അതില് ജോൺസൺ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്. ജോൺസണിനെ പോലീസായിട്ട് അഭിനയിക്കാനാവും. അപ്പോൾ ജോൺസൺ ഒരു ബുള്ളറ്റൊക്കെ ഉണ്ട്. ജോൺസൺ യൂണിഫോം ഇട്ട് സീരിയലിന്റെ സമയത്ത് ബുള്ളറ്റിലേക്ക് വരുമ്പോൾ കാനഡ് പറഞ്ഞു കൊള്ളാം കേട്ടോ, ഗംഭീരമുണ്ടോ, അസല് പോലീസ് തന്നെന്ന് പറഞ്ഞു. ജോൺസൺ എന്ന് കേട്ടിട്ട് ഉച്ച ഊണെന്ന് ബ്രേക്ക് ചെയ്ത സമയത്ത് എല്ലാവരും ഉണ്ണാൻ പോയപ്പോൾ ഈ ബൈക്ക് എടുത്ത് ജോൺസൺ എന്തോ ആവശ്യത്തിന് പുറത്ത് പോകണമായിരുന്നു, സീറ്റ് വാങ്ങിക്കാനായിട്ട് പോയതാ. ഈ പോലീസ് വേഷത്തിൽ പാലാരി വട്ടത്തോടങ്ങ് പോയി, പോലീസുകാർ പിടിച്ചോണ്ടങ്ങ് പോയി. പോലീസ് വേഷം കെട്ടി പറ്റിച്ചു എന്ന് പറഞ്ഞു. ഈ തൃശ്ശൂരെ സ്ഥാനാർത്ഥി ഇതുപോലെ ഒരു അസുഖം വന്നിട്ട് പോലീസ് വേഷത്തിൽ പോലീസിന്റെ പരിപാടിക്ക് ഒരു ചരിത്രമുണ്ട്. IPS കമ്മീഷണർ വേഷത്തിൽ പുള്ളി പോലീസിന്റെ പരിപാടിക്ക് പോയി എറണാകുളത്തുമുണ്ട്. അത് വലിയ കേസൊക്കെ ആയി അന്ന്. ഇപ്പൊ അങ്ങനെ മന്ത്രിമാരെ തട്ടിയിട്ട് കേരളത്തിൽ നടക്കാൻ വയ്യാത്ത സ്ഥിതിയായിപ്പോയി. വടക്കോട്ട് കാസർഗോഡ് പോയിരുന്നേ അവിടെയും വല്ല മന്ത്രിയെ കാണാമായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് മന്ത്രി, ചിറയൻകീഴിൽ മന്ത്രി, എന്തായി പറയുന്നേ, ആലപ്പുഴയിൽ നിന്ന് മന്ത്രി, തൃശ്ശൂരിൽ നിന്ന് മന്ത്രി, വയനാട്ടിൽ നിന്ന് മന്ത്രി. കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ശ്വാസം മുട്ടി മരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്കും UDFന്റെ ഒരു സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യരുത്. 20 പാർലമെന്റ് മണ്ഡലത്തിൽ, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ആരിഫ് അടക്കം 20 പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ദൂരെ ഇരുന്ന് കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞാണ്. ആലപ്പുഴയിൽ നമ്മുടെ ആരിഫ്, നമ്മുടെ പ്രിയങ്കരനായ ആരിഫ് ഏത് പ്രതിസന്ധിയും, കഴിഞ്ഞ തവണ എല്ലാവരും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കാൻ പോയപ്പോൾ ആ മണ്ടത്തരം പറ്റാത്ത ഏക നിയമമുള്ള ആലപ്പുഴക്കാരാണ്. ആ അബദ്ധം പറ്റാത്തത് നിങ്ങൾക്ക് മാത്രമാണ്. അന്ന് നിങ്ങളുടെ ബുദ്ധിയാണ് ശരിയെന്ന് 5 വർഷം കൊണ്ട് തെളിയിക്കപ്പെട്ടു. ആ ബുദ്ധി ഇനി മാറണ്ട, ഒരു പ്രയോജനമില്ല. കേന്ദ്രമന്ത്രി ആയാലോ MP ആയാലോ അവനവന് മാത്രം ഗുണമുള്ള UDFന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ മന്ത്രിയാകാൻ ഉടുപ്പ് തച്ചിരിക്കുന്ന ആളെ പരാജയപ്പെടുന്നത്, ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് മത്സരിച്ചായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി. അപ്പോൾ ഇൻട്രഡക്ഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ സീറ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞു സുരേന്ദ്രൻ. ഞാനിപ്പോൾ ഇങ്ങോട്ടൊരു MLA പറയാം, സുരേന്ദ്രൻ സീറ്റ് കൊടുക്കില്ല, തമ്മിൽ വലിയ വിരോധമായിട്ടു. ജീപ്പിലൊക്കെ നിൽക്കും, പ്രചരണത്തിന് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി അങ്ങോട്ടും BJP പ്രസിഡന്റ് ഇങ്ങോട്ടുമാണ്. ആ വശത്തോട്ട് കൈ കാണിക്കുന്നില്ല, ഇങ്ങനെ കാണിക്കുള്ളൂ. ഈ സ്ഥാനാർത്ഥി അങ്ങോട്ട് കൈ കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ട് കാണും, ഞാൻ വെറുതെ പറയുന്നതല്ല. അങ്ങനെ സീറ്റ് കിട്ടത്തില്ലെന്ന് വിചാരിക്കുമ്പോൾ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയുടെ ഇപ്പുറത്ത് ഒരു സ്ഥലത്തെത്തിയവൻ പറഞ്ഞു, TV-യിൽ കണ്ട് നിങ്ങൾക്ക് തന്നെ സീറ്റെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ കാറിലോട്ട് ഒരു ബാഗ് എടുത്തു, അടുത്തൊരു വീട്ടിനകത്തേക്ക് ഓടുന്നുണ്ട്. പിന്നെ കാണുന്നത് ഒരു ചുമന്ന ഡ്രസ്സ് സാരിയൊക്കെ ഇട്ടിട്ട് ഓടി വന്ന അമ്പലത്തിനകത്തോട്ട് പോകുന്നുണ്ട്. പിന്നെ കുറച്ച് സിന്ദൂരൊക്കെ വാരി തേച്ചിട്ട് ഒരു ചെറുക്കൻ ഒരു തൃശ്ശൂലം കൊണ്ടുകൊടുത്ത് ഈ ശൂലം എടുത്തുകൊണ്ട് അമ്മേ ചാടി, സിനിമയിലൊക്കെ കാണുന്ന പോലെ ചാടി ഒരു ജീപ്പിന്റെ അവലോട്ട് കയറി. സത്യം പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി. എന്നോട് പറഞ്ഞു, എൻ്റെ ഗണേഷ്കുമാറേ ഞാനാകെ അങ്ങ് തകർന്നു പോയി, എന്തോ നടക്കുന്നത്. കാരണം പെട്ടെന്ന് തൃശ്ശൂലൊക്കെ ആയിട്ട് കയറിയ കൊല്ലി കുത്തി കീറികളെന്ന് വിചാരിച്ചു. പക്ഷെ വോട്ടെണ്ണിയപ്പോൾ നാട്ടുകാർ കുത്തി കീറിയാൻ വിട്ടു, ബലൂൺ ഒന്നിപ്പെട്ടിയാൻ കിട്ടുക. അതുപോലെ ആലപ്പുഴയിലും UDF സ്ഥാനാർത്ഥിക്കും BJP സ്ഥാനാർത്ഥിക്കും അത്തരത്തിലുള്ള ശൂലമൊക്കെ എടുക്കും. അതൊന്നും കണ്ട് ഭയപ്പെടണ്ട. കഴിഞ്ഞ തവണ എന്ത് നന്മ ചെയ്തോ, കഴിഞ്ഞ തവണ എന്ത് ശരി ചെയ്തോ, ആ ശരി ആവർത്തിച്ചുകൊണ്ട് ആരിഫിനെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്ത്
നമ്മുടെ പ്രിയപ്പെട്ട ആരിഫിനെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നാളെ തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അവിടെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.